ഗുഡ് മോർണിംഗ്. ജയശ്രീ ഫസ്റ്റ് വന്നു അല്ലേ? പനി മാറിയോ? കേക്കണില്ല. ഓണാക്കിയിട്ടില്ലേ ഓഡിയോ? ഇപ്പൊ കേക്കണ്ട? കേക്കണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, പനി മാറണു, കുറഞ്ഞു. ഉം. ശബ്ദം ശരിയായിട്ടില്ല, കോൾഡ് വിട്ടിട്ടില്ല. അതിനെ 2-3 ദിവസമായിട്ട് നിലം തൊട്ടിട്ടില്ല. അതാ ഉം. റെസ്റ്റ് ചെയ്തിട്ടില്ല. സാറ് വന്നിട്ടില്ലല്ലോ? വന്നിട്ടില്ല. എന്താവോ? പിന്നെന്താ, ആരും എത്തിയിട്ടില്ല തോന്നുന്നു അല്ലേ? വരും. ഞാൻ വേഗം കയറി. ഇപ്പൊ വരും. ജുഹൈന എവിടെയാവോ? ജുഹൈന കയറിയിട്ടില്ല എന്നുണ്ട്. പരിചയമായി എല്ലാവരും, പക്ഷെ ഞാൻ രംഗത്തെത്താത്ത കാരണം ജുഹൈന ഗുഡ് മോർണിംഗ്. എന്റെ ഫ്രണ്ട് ജയശ്രീ. ഗുഡ് മോർണിംഗ്. ഞാൻ സിന്ധു പറഞ്ഞിട്ട് പരിചയമായി, പിന്നെ കാണാറുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്ന? അപ്പൊ എനിക്ക് ബിസിനസ് പറഞ്ഞ എന്താ, തുണിയുടെയാണ്. തുണി ഒരു ക്രേസ് ആയിരുന്നു പണ്ട് തൊട്ടേ. ഇപ്പൊ ഞാൻ എല്ലാതും വെക്കാറുണ്ടായിരുന്നു ഷോപ്പില്. ഇപ്പൊ അധികം റണ്ണിങ് മെറ്റീരിയൽ ആണ്. പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. റീറ്റെയിൽ എടുത്ത് എന്താ സമയമുള്ളപ്പോ മറ്റേ റെഡിമെയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കും. ബ്ലൗസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും. കല്യാണ വർക്കുകളൊക്കെ എടുക്കാറുണ്ട്. ആരുടെ വർക്കേഴ്സ് ഉണ്ടാ? ഉണ്ട്. 5 ആളുണ്ടായിരുന്നു. ഇപ്പോ 3 ആളേ ഉള്ളൂ. ഒരാളിപ്പോ ഡെലിവറിക്ക് കയറിക്ക. ഡെലിവറി കഴിഞ്ഞു. അപ്പൊ വേറെ ആളെ എടുത്തിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ തുണിയാന്ന് തോന്നുന്നു അല്ലേ? ഞാനതന്നെ. എന്താ ഇപ്പൊ എന്താ ഓൺലൈനാണോ ചെയ്യണേ? ഓൺലൈനൊക്കെ ആയിട്ടില്ല, ഇവിടെ അടുത്തുള്ളവർക്ക് തന്നെ കൊടുക്കുന്നു. എടുത്തിട്ടാ ചെയ്യണേ? അതെല്ലേ, റീസെല്ലർ പോലെ ചെയ്യാനാ? റീസെല്ലിംഗ് ഉണ്ട്. മുനീർ ഭായ് ഗുഡ് മോർണിംഗ്. എവിടെ ഇത് സാറേ? ഒരു ഊങ്ങലാണ്ട് ഊങ്ങി. നിങ്ങളില്ലാത്തൊരു രസമില്ല. ഞാന് 2-3 ദിവസം യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് ഫോണാണ് കിടന്നു. ഫോണ് കംപ്ലൈന്റ് ആയി. ഇന്നലെ വൈകിട്ടാണ് അത് ക്ലിയർ ആയത്. അതുകൊണ്ട് പിന്നെ നമ്പർ കാര്യങ്ങളൊന്നും
ഒന്നും കിട്ടിയില്ല. ഇന്നലെ വൈകിട്ടാണ് ഫോണ് ക്ലിയറായി കിട്ടിയത്. അതെ. പിന്നെ എന്തൊക്കെ, എല്ലാവർക്കും സുഖല്ലേ? ഓ നല്ലത്. നിങ്ങളെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കണ ഇപ്പൊ ഉണ്ടോ വിജയൻ ചേട്ടൻ? നമ്മുടെ സാറുണ്ടല്ലോ അല്ലെ? എന്തായാലും അന്വേഷിക്കൂലേ? എങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഒരാള് നമ്മൾ കാണാതിരിക്കുമ്പോൾ മിസ്സായപ്പോലെ പുതിയതുണ്ട് അല്ലേ? ഞാൻ ജയശ്രീ. ജയശ്രീ, ഞാൻ തൃശ്ശൂര്. ശ്രീല്ലേ? ആ. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് പരിചയപ്പെടുത്തുവോ? ഞാൻ ജയശ്രീ, തൃശ്ശൂരാണ്. ഒരു ബൊട്ടീക്ക് ചെയ്യണു ഇപ്പൊ. തുണിയുടെയാണ്, ക്ലോത്തിന്റെ പരിപാടി തന്നെയാണ്. ജുഹൈനിക്കും ഒരുമിച്ച് പോയി തുണി എടുക്കാലോ ബൾക്കായിട്ട്. ഒരുപാട് തുണിക്കാരുണ്ട് അല്ലേ? ബൾക്ക് പർച്ചേസിങ് ചെയ്യാം. അതെ. കമ്പനിയിലൊരു നോർത്തുനിന്നാണ് വരുത്തണേ. നോർത്തുനിന്ന് വരുത്തണു. സാറേ ഗുഡ് മോർണിംഗ്. സാറേ ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഈ 1-2 ആഴ്ചയായിട്ട് പരിചയമില്ലാത്ത ഒരു ശബ്ദം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതാരുടെയാ? ഞാൻ ജയശ്രീ. ജയശ്രീ മാത്രമല്ല, വേറൊരാള് ഇവിടുന്ന് കാണാതായിട്ട് ഞങ്ങൾക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. വിളിച്ച ഫോൺ എടുക്കൂല. ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഫോൺ കിട്ടിയത്. അതിലാണ് നരക്കോ കോളുകൾ വന്നിരുന്നു. അറിയില്ല ഒന്നും അതെന്തൊക്കെയാവും. കാരണം ഓണാക്കിയാൽ തന്നെ അത് പിന്നെ പല കോളുകളും പോവാ. അപ്പൊ അതുകൊണ്ട് പല സമയത്ത് സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇപ്പൊ ഇന്നലെയാണ് ക്ലിയർ ആയി കിട്ടി. ഞാൻ 2-3 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ കാണുന്നില്ല ആക്ച്വലി. അതാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരു വിവരവും ഇല്ല, മെസ്സേജ് ഇല്ല. അപ്പൊ നമ്മളൊന്നും അറിയണ്ടേ? ഞാന് പിന്നെ 2-3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇനി തലേ ദിവസത്തെ കാര്യം ചോദിക്കുമെന്ന് പേടിച്ചിട്ട് ഓടിപ്പോയതാന്ന് പേടിച്ചു. അയ്യേ. എന്നിട്ട് എന്താ വിശേഷങ്ങൾ പറയും? വിജയേട്ടപ്പന്ന് സുന്ദരനായിട്ട് രാവിലെ വീഡിയോ കോൾ. മുനീർ ഭായ് വന്നപ്പോ ഇത്രയും ദിവസം വീഡിയോ ഓണാക്കാത്ത ആൾക്കാരാ. ആയിക്കോട്ടെ. രാത്രി വന്ന് കിടന്നപ്പോ ഒരുപാട്. നവീൻ ഇപ്പൊ വരും. ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ? ഉണ്ട്. പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല. രാവിലെ എഴുന്നേക്കാനൊക്കെ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. വയസ്സായി തോന്നുന്നുണ്ട്. വിളിച്ചു വരുത്തണം. എന്തായാലും നമുക്ക് 10-ാം തീയതി കഴിഞ്ഞിട്ട് 11-ാം തീയതി തൊട്ടിട്ട് പഴയ ടീം ക്യാപ്റ്റൻ സിസ്റ്റത്തിലേക്ക് പോകണം. രാവിലെ വിളിക്കാത്തത് കൊണ്ട് എഴുന്നേക്കാത്തത് പലരും പ്രശ്നങ്ങളുണ്ട്. ഈ ചില കോഴികളെ രാവിലെ പൂവൻ കോഴികളെ പിടക്കോഴികളൊക്കെ ഉണർത്തണം ഇവിടെ. എന്തായാലും 11-ാം തീയതി തൊട്ടിട്ട് നമുക്ക് നാളെ കഴിഞ്ഞ് തൊട്ടിട്ട് നമുക്ക് ചെയ്യാം. പഴയ പോലെ ക്യാപ്റ്റൻസിനൊക്കെ ഒന്ന് പൊക്കിയെടുക്കുക. ജുഹൈനയ്ക്കും രഞ്ജിനിക്കൊക്കെ പണിയിലിരിക്കുക. രാവിലെ വിളിച്ചു ഉണർത്താൻ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ തുടങ്ങല്ലേ? ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ, സെയിൽസിനെ കുറിച്ച് ഇന്നലെ വരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ആർക്കാ പറയാൻ സാധിക്കുക? നോക്കട്ടെ. കമോൺ. ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു വരുന്നവരാണ് മിടുക്കന്മാര്. പറയും. ആരും പറയുന്നില്ല അല്ലെ? ആരും പറയുന്നില്ലേ? ആർക്ക് ധൈര്യമില്ല? അഷ്റഫ്ക്ക, എന്തൊക്കെ അഷ്റഫ്ക്ക ഇന്നലെ വരെ പറഞ്ഞു? വല്ല ഓർമ്മയുണ്ടെങ്കിൽ പറയും. ഇവർക്കൊന്നും പറഞ്ഞു തരില്ല. ഇവരൊക്കെ സ്ഥിരം ബിസ്റ്റാക്സ് ടീമാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും അറിയില്ല പോകുന്നുണ്ട്. ഇന്നലെ പങ്കെടുത്തിട്ടില്ല. ഞാനൊരു മെക്സവന്റെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് 6 മുതൽ 7 മണി വരെ. അപ്പൊ അതിന് ബ്രേക്ക് കിട്ടീന്. അപ്പൊ ഇന്നലെ ഒന്ന് അറ്റൻഡ് ചെയ്ത് അതിന്. അപ്പൊ അതിന്റെ മുന്നത്തെ ഉള്ള അറിയുള്ളൂ. പറയും. അത് വരെ പറഞ്ഞാൽ മതി. ഇന്നലെ വലിയ കാര്യമായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായില്ല. ഇന്നലെ ഇവിടെ ക്ലോസിംഗ് ഇതിനെ കുറിച്ച് പറയായിരുന്നു. ബാക്കിയുള്ള പറയും.
മെയിനായിട്ട് സെയില്, പിന്നെ കസ്റ്റമറെ വ്യൂ പോയിന്റ് നോക്കിയിട്ട് അതിൽ പിടിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അവരെ ഇമോഷണല് കയറി പിടിച്ചിട്ട് സെയിൽ ചെയ്യാന്നുള്ള. സെയിലില് പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കരുത്, വില കുറച്ച് കൊടുക്കരുത്, പിന്നെ എന്തെങ്കിലും ഓഫർ ഇടുക. ഇപ്പൊ ഒരു സാധനം വിൽക്കുമ്പോ ഒരു സാധനം ഫ്രീ, ഒന്നിക്കൊന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകൾ ഇടുക. അപ്പൊ അതിന് നമ്മള് വില ഏതാണോ ആക്ച്വൽ പ്രൈസ്, ആ പ്രൈസിനേക്കാൾ കൂടുതൽ വില ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. MRP കൂട്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഒരു കുറച്ചിട്ട് ഒരു MRP ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. പിന്നെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ആളുകളായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെന്താ പറയാൻ വിട്ടോന്ന് അറിയില്ല. പിന്നെ വേറെ ആരെങ്കിലും ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് സെയിൽസ് കൂട്ടുന്നതിനെ പറ്റിട്ടോ. അല്ല, എന്താണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചതിനെ കുറിച്ച് പറയാനേ? ഞാൻ 4 ദിവസമൊന്നും ശരിക്കും കേട്ടില്ല സാറേ. ശരിയല്ല സൈദിക്ക, ഇതൊന്നും ശരിയല്ല സൈദിക്ക. ശരിയല്ല. ഇനി മുതൽ കേൾക്കാൻ ശരിക്കും കറക്റ്റ് ആയിട്ട് ശരിയാക്കണം. നാളെ കഴിഞ്ഞ പരിപാടി തീർന്നില്ലേ? നാളെ കഴിഞ്ഞ നമ്മൾ വീണ്ടും പഴയ പോലെ ബിസ്റ്റോക്സിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ ഈ 10 ഡേയ്സിന്റെ പ്രോഗ്രാം നാളെ കഴിയുക, അറിഞ്ഞോ? 10 ഡേയ്സ് കഴിഞ്ഞില്ലേ? 10 ഡേയ്സ് നാളത്തോട് കഴിയും. അതാണ് പ്രശ്നം. ബാക്കി പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ 11-ാം തീയതി മുതൽ നമ്മൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റീവിലേക്ക് ഒതുങ്ങാണ്. അതെ, പുതിയ ആൾക്കാർക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാം, ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ 11-ാം തീയതിയോടെ തുടങ്ങുന്നത് മാർക്കറ്റിംഗ്, പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം, അവരെങ്ങനെ ഒരാളിലേക്ക് എത്തിച്ചേരണം, അവർക്ക് അഡ്വർടൈസ്മെന്റ്സ് എങ്ങനെ ഇടണം, അതേപോലെ ആളുകളെ എന്തൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെയില് വരുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 11-ാം തീയതി തൊട്ട് സംസാരിക്കുന്നത്. പിന്നെ 18-ാം തീയതി തൊട്ടിട്ട് നമുക്കൊരു സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ് തുടങ്ങുന്നുണ്ട്. ഇത് രാത്രിയാ, വൈകുന്നേരം രാത്രി 8:30 മണി തൊട്ട് 10 മണി വരെ 25 ദിവസത്തെ പരിപാടിയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസമായിട്ട്. അടുത്ത ഫെബ്രുവരി വരെ 3 മാസം, ഏകദേശം 3 മാസം വേണം, 8 ആഴ്ച വേണം. നമ്മൾ സെയിൽസിനെ കുറിച്ച് ബേസിക് വിട്ടിട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള, ഇപ്പോഴത്തെ കാലത്തെ സെയിൽസ് വരെയുള്ള എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെയാണ് നടക്കുന്നത്. സെയിൽസ് മാസ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ചെയ്തതാണ്. കഴിഞ്ഞ വർഷം വലിയൊരു വിജയമായിരുന്നു. അന്ന് കുറെ പേര് അത് പഠിച്ച് പാസ്സായി സെയിൽസ് ഒക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സിലുണ്ട്. സെയിൽസിനെ പറ്റി സാറ് തന്നെ ഇപ്പോഴും ക്ലാസ് എടുക്കുള്ളൂ, വേറെ ആൾക്കാരൊന്നും ഇല്ല. അല്ല സാറ് സെയിൽസിനെ പറ്റിട്ട് കസ്റ്റമറിന്റെ പെയിൻ അറിയാന്, എല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് സെയിൽസിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ രാവിലെ 1 മണിക്കൂർ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. ബേസിക്കലി സെയിൽസ് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിലർക്ക് എന്തറിയോ, നമുക്ക് സെയിൽസിനെ കുറിച്ചിട്ട് ആർക്കും അധികം വിവരമില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ കുറിച്ച് പഠിക്കൊന്നും വേണ്ടാന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ട്. അത് കാരണമുള്ള പ്രശ്നം. അപ്പൊ അത് സെയിൽസ് പഠിപ്പിച്ചെടുക്കുക. എൻ്റെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് സെയിൽസ് ഇംപ്രൂവ് ചെയ്യുക, ബിസിനസ് വളർത്തുക. കാരണം നമ്മുടെ നാട് വളരേണ്ടത് എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് വളരണമെങ്കിൽ ബിസിനസ്സുകാരൻ തന്നെ മെനക്കെടണം. അല്ലാണ്ട് മാസ ശമ്പളക്കാരനൊന്നും നമ്മുടെ നാടിനെ സാമ്പത്തികമായി വളർത്താൻ പറ്റില്ല. മാസം കിട്ടുന്ന 15,000, 20,000, 50,000 വെച്ചിട്ട് നമ്മുടെ നാട് ഡെവലപ്പ് ആവില്ല. വിജയേട്ടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റ് മാത്രമേ നടക്കുള്ളൂ. അപ്പോ അതിന് പകരം നമ്മൾ ബിസിനസ്സുകാരെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ്സുകാരെ അവർക്ക് സെയിൽസ് മാക്സിമം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ബിസിനസ് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റ് ആയി അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് എംപ്ലോയറെങ്കിലും ആവുക, സെൽഫ് എംപ്ലോയ്മെന്റ് എങ്കിലും ചെയ്യുക, ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതിനാണ് ഈ സെയിൽസ് പഠിക്കണം എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ നമ്മളൊരു കുട്ടികൾ ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം? ഒന്നും വേണ്ട. 2 കോച്ചിങ്ങിന്റെ ഇതിനാണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം, ഇപ്പോൾ നിഷയുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോഴ്സിന് ഏറ്റവും ചെറിയ കോഴ്സിന് 20,000 രൂപയെ. എന്നിട്ട് കിട്ടുന്നത് എന്താണ്? ജോലി, ചെറിയ ജോലി, ഒരു 10,000 15,000 രൂപ ശമ്പളത്തിലുള്ള ജോലിയാണ് കിട്ടുന്നത്. പക്ഷെ ബിസിനസ്സുകാരൻ സെയിൽസ് പഠിച്ചാലുള്ള ഗുണം ഈച്ച് ആൻഡ് എവറി മിനിറ്റ്, ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര സമയം വേണം എന്നുള്ളത് ബിസിനസ്സുകാരന്റെ സെയിൽസ് നോളജിനനുസരിച്ചിരിക്കും. എന്താണ് സെയിൽസ് അറിയാമെന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ. അതുകൊണ്ട് അത് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം. മനസ്സിലായോ ഇതൊക്കെ? അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ സെയിൽസ് മാസ്റ്റർ എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ 3 ഇരട്ടി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇപ്പൊ ചെയ്യുന്നതിന്റെ ബിസിനസിന്റെ 3 ഇരട്ടി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒപ്പം നിന്ന് തരണം. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനാകെ ചെലവ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. 8,000 റുപ്പീസ്, 24 ക്ലാസ്. ഓക്കെ, അപ്പോ എങ്ങനെയാ സെയിൽസ് പറയൂ? എങ്ങനെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ചെയ്തു തരും എന്നുള്ളതെന്ന് ഗ്യാരണ്ടി ആണോ? ചെയ്യാൻ പറ്റില്ലെങ്കിലോ പാട്ടി എടുത്തിട്ട് അടിക്കുക, പിന്നിൽ അടിക്കുക, ഓടിച്ചിട്ടടിക്കുക. അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഉള്ള പരിമിതികൾ എന്താണ്? നമ്മുടെ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ള പരിമിതികൾ, ഏറ്റവും വലിയ പരിമിതി എന്താ അറിയോ അഷ്റഫ് ഖാ? നമുക്ക് സെയിൽസ് അറിയില്ല എന്ന് തന്നെയാണ്. അപ്പൊ അഷ്റഫ് ഖാ കാര്യമായിട്ട് ഓഫറിനെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഷ്റഫ് ഖാക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഓഫർ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ്. ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും, നിങ്ങൾ എന്താ പഠിച്ചത്, എന്താ മനസ്സിലാക്കിയത് ചോദിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തരും കിട്ടിയ കാര്യങ്ങൾ പറയും. ഈ സെയിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് ആളുകൾക്ക് അറിയില്ല. ആളുകളുടെ വിചാരം എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, 3.5 വർഷം ഞാൻ സെയിൽസ് പഠിച്ചു. 3.5 വർഷം. ഏത് വേറെ ഒന്നുമില്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ 1.25 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3 4 മെന്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചു. മെന്റേഴ്സിന്റെ ഒപ്പം ഇരുന്ന് ഞാനത് പഠിച്ചു. ഒപ്പം ബിസിനസ്സുകാരൊപ്പം. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഓരോരുത്തർ ചോദിക്കുന്ന സമയത്ത് സ്പോട്ടിൽ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അത് ഞാൻ പഠിപ്പിക്കലല്ലോ ചെയ്യുന്നത്. അഷ്റഫ് ഖാ കാണുന്നില്ലേ? വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോവല്ലോ ചെയ്യുന്നത്. അതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് ഓരോ പ്രശ്നങ്ങളെ, ഓരോ തരത്തിലുള്ള കസ്റ്റമറെയും, ഇപ്പോൾ പലതരത്തിലുള്ള കസ്റ്റമർ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമർ എന്ന് അറിയോ? അഷ്റഫ് ഖാന്റെ മുന്നിലേക്ക് ഡെയിലി പൈസ എത്രയാണ്, ആദ്യം നമ്മളൊരു പരസ്യം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പൈസ എത്രയാണ് എന്ന് ചോദിക്കുന്ന ഒരാളുണ്ട് അല്ലെ? ഫസ്റ്റ് ചോദിക്കുക അതാണ്. അവരെ നമ്മൾ വിളിക്കുക ചീപ്പ് കസ്റ്റമർ എന്നാണ്. യൂഷ്വലി അവർ നമ്മുടെ കസ്റ്റമർ ആവാറില്ല. ഒരു 80% ചീപ്പ് കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമർ ആവാറില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാല്, അവര് ഇവിടെ പൈസ ചോദിക്കും, അത് കഴിഞ്ഞ് അപ്പുറത്തെ പൈസ ചോദിക്കും, ഇത് വെച്ചിട്ട് അപ്പുറത്ത് പോയി ചോദിക്കും, അവിടെ എത്രയാണോ പറഞ്ഞത് അത് അങ്ങനെയാണ്. അപ്പൊ ഇവര് ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ അതൊരു 30 to 40% ഇങ്ങനത്തെ ആളുകളുണ്ട്. ഇവര് നമ്മളെ ബിസിനസ്സുകാരെ കുഴപ്പത്തിലാക്കുക. ആദ്യം അഷ്റഫ് ഖാ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, അപ്പുറത്ത് അവൻ ഫീസ് എന്താ പറയാ കുറച്ചാ കൊടുക്കണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവൻ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഇതിന് കാരണം ഈ കസ്റ്റമർ അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വിചാരം എന്താ അറിയോ? പൈസയാണ് പ്രശ്നം എന്ന് വിചാരിക്കും നമ്മള്. എന്നിട്ട് അടുത്ത ചോദ്യം എന്താ അറിയോ? ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് തരുന്നതാണ്. അപ്പൊ നമ്മള് 10 രൂപ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 15 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ അപ്പം പോയിപ്പരാന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് അപ്പുറത്ത് പറയും, എനിക്ക് അവിടെ 15 രൂപ ഡിസ്കൗണ്ട് കിട്ടി, നിങ്ങൾ എത്ര തരും? 25 തരുമോ ചോദിക്കും. അപ്പൊ അവിടെ ആള് പറയുന്ന 25 തരാന്ന് പറയും. നേരെ ഇവിടെ വരും. നേരെ ഇവിടെ വന്നിട്ട് പറയും, അത് അപ്പുറത്തെ കട 25 ആണല്ലോ പറഞ്ഞു, നിങ്ങൾ എന്താ 15 തരുന്ന ചോദിക്കും. അപ്പൊ അഷ്റഫ് ഖാക്ക് ആണെങ്കിൽ മുതലാവില്ല. അപ്പൊ അഷ്റഫ് ഖാ പറയും, അയ്യോ ഞാനെന്ത് ചെയ്യാം, നഷ്ടത്തിലിട്ട് വിൽക്കാനും പറ്റില്ല. ഈ തരത്തിലുള്ള ചീപ്പായിട്ടുള്ള കസ്റ്റമർ ഉണ്ട്. ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ യൂഷ്വലി സാധാരണ രീതിയിൽ അവർ 80% നമ്മുടെ കസ്റ്റമർ ആവാറില്ല. നമ്മൾ എന്ത് സെയിൽസ് നടത്തിയിട്ട് കാര്യമില്ല. നടത്താൻ വഴികളുണ്ട്, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അതിൽ പഠിക്കും. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ വേണ്ടാത്ത കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അനാവശ്യമായ ചോദ്യങ്ങളായിരിക്കും. ശരിയല്ലേ? ഇവരും നമ്മുടെ കസ്റ്റമർ ആവാൻ സാധാരണ യോഗ്യതയില്ല. ഇവര് വെറുതെ കുറെ ഉടായ്പ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന ഒരു പെങ്കൊച്ചാണെങ്കിൽ ആ പെങ്കൊച്ചിന്റെ ഡീറ്റെയിൽസ് മൊത്തം ചോദിക്കും. കല്യാണം കഴിഞ്ഞതാണോ, കുട്ടികളുണ്ടോ, ആൾക്ക് എന്ത് ചെയ്യണു, ഫോൺ നമ്പർ, പേഴ്സണൽ നമ്പർ തരുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അഷ്റഫ് ഖാനോടാണെങ്കിൽ ഈ സാധനം കേട് വന്ന എന്ത് ചെയ്യും? ആദ്യം ചോദിക്കുന്നത് കേട് വന്ന, നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ മുന്നേ കേട് വന്ന എന്ത് ചെയ്യും? അങ്ങനെ എങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ബന്ധം, ഇതോട് ബന്ധം പോലും ഇല്ലാത്ത
ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആ, ഡിഫിക്കൽട്ട് കസ്റ്റമർ എന്ന അവരുടെ പേര്, ഡിഫിക്കൽട്ട് കസ്റ്റമർ. ആ, അവൻ നമ്മുടെ കസ്റ്റമർ ആവാൻ സാധാരണ രീതിയിൽ യോഗ്യനല്ല. ഇവരെ രണ്ടുപേരും, ഈ ചീപ്പിനെയും ഡിഫിക്കൽട്ടിനെയും മാറ്റി നിർത്താൻ പറ്റിയ നമ്മുടെ ബിസിനസ് വളരെയധികം മനസമാധാനത്തോട് കൂടിയിട്ട് വിജയത്തോടു കൂടി ചെയ്യാൻ പറ്റും. ആ, ആ. മനസ്സിലായി? നമ്മുടെ വിജയേട്ടനൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളാണ്. വിജയേട്ടൻ്റെ അടുത്ത് വെറുതെ വന്ന് പെശകുന്ന ആൾക്കാരൊന്നും ഇല്ല. വിജയേട്ടൻ്റെ അടുത്ത് അനാവശ്യം. വിജയേട്ടനുള്ള ആൾക്കാർ നല്ല ആൾക്കാർ. അവര് മൂന്നാമത്തെ കാറ്റഗറി. അവരിങ്ങനെ വെച്ചാൽ സോഫിസ്റ്റിക്കേറ്റഡ് കസ്റ്റമർ എന്നാ പറയുക. അവര് നന്നായിട്ട് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. നമ്മളോട് ചോദിക്കുന്നൊക്കെ വളരെ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം കൊടുത്താൽ മാത്രം മതി. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മുടെ കസ്റ്റമർ ആവും. നാലാമത്തെ പിന്നെ ഇമോഷണൽ കസ്റ്റമർ എന്നാണ്. ഇമോഷണൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇവര് വരും, പൈസ തരും, എടുത്തുകൊണ്ട് പോകും നമ്മുടെ സാധനങ്ങൾ. അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മുടെ കസ്റ്റമർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ബന്ധുക്കാരോ റെഫറൻസിലോ വന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനത്തെ ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇപ്പൊ അറിയോ? ഇത് നമുക്ക് ഇങ്ങനത്തെ ആളുണ്ടെന്ന് അറിയോ? ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയോ? ഇല്ല. എത്ര കൊല്ലം അഷ്റഫ് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോ? 8 വർഷമായി. 8 വർഷം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തായിരുന്നു അവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നത്? ഒരു സെയിൽസിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സെയിൽസ് എന്ന് പറയാറില്ലേ? വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കസ്റ്റമറെ കുറിച്ച് പഠിക്കുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കസ്റ്റമർ. അതേപോലെ തന്നെ കസ്റ്റമറുടെ ബൈയിങ് ബിഹേവിയർ ഉണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്, കുറച്ച് ഡിലേ ആയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരിക്കലും വാങ്ങാത്ത ആൾക്കാരുണ്ട്. ഇവരൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്രോട്ടിക് സെല്ലിംഗ് എന്നൊക്കെ പറയുന്നതിന് പേരൊക്കെ ഉണ്ട്. ഇത് പഠിക്കണം. ഇത് ബേസിക്കലി പഠിക്കണം. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാത്തത്. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനത് പഠിച്ചു ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോണു. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ നിലനിർത്തേണ്ട കുറെ ആശയങ്ങളുണ്ട്, നമ്മൾ നിലനിർത്തേണ്ട കുറെ പോയിന്റുകൾ, റൂൾസുകൾ ഉണ്ട്. ഞാൻ എൻ്റെ ഏത് വർഷത്തെ ഗോൾ, ഇപ്പോൾ 29-ാം തീയതി ഞാൻ ഡിസംബർ 29-ാം തീയതി ഗോൾ സെറ്റിംഗ് വെക്കുകയാണ്. ഗോൾ സെറ്റിംഗ് ഞാൻ ആദ്യം പറയുന്ന കാര്യം നമ്മുടെ മുന്നിലിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ ഈ വർഷത്തേക്കുള്ള നിയമങ്ങൾ എഴുതാനാ പറയുക. നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ഉണ്ടായ കാര്യം എന്താണെന്നറിയോ? ഭരണഘടനയാണ്. അതിന് 2 വർഷം ഏകദേശം എടുത്തു നമുക്ക് എന്താ പറയാ റിപ്പബ്ലിക് ആവാൻ, അല്ലെ? അതിനു മുന്നേ ആദ്യം ഉണ്ടായത് ഭരണഘടനയാണ്. ഭരണഘടന ഇല്ലാണ്ട് അല്ലെങ്കിൽ നിയമം ഇല്ലാണ്ട് നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോ വാപ്പ പറയും ഇന്നതാണ് റൂള്, ഇവിടുത്തെ റൂള് എന്ന് പറഞ്ഞാൽ അത് പിന്തുടർന്ന് പോകുന്നതായിരിക്കും നമ്മുടെ ശീലം. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ആരാണോ അത് പറയുന്നത്, ഗൃഹനാഥൻ ആരാണോ, അവരൊരു സെറ്റ് ചെയ്യും, ഇന്നതാണ് ഇതിന്റെ റൂള്, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിയമങ്ങളാണ്. പക്ഷെ ഇതൊന്നും ആരും പാലിക്കാറില്ല. ഇത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത ആഴ്ച എന്റെ കമ്പനിയുടെ ഇതിന് ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു മല കയറും. ഇപ്പൊ മിക്കവാറും മൂന്നാറായിരിക്കും. സ്ഥിരമായിട്ട് മൂന്നാറാണ് പോകാറുള്ളത്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ആവുമ്പോൾ തീരുമാനിച്ചിട്ടില്ല, 2 ദിവസത്തിൽ തീരുമാനിക്കും. അപ്പൊ നമ്മൾ അവിടെ ആദ്യം പോയ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അനലൈസ് ചെയ്യും. വിജയത്തിനെ കുറിച്ചല്ല നമ്മൾ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുക തോൽവിയെ കുറിച്ചാണ്. തോൽവി, അയ്യോ തോറ്റു പോയല്ലോ, ഇനി എന്താ ചെയ്യുക, അതൊന്നുമില്ല. എന്തുകൊണ്ട് തോറ്റു? മറ്റേ ശങ്കരാടിയോട് ചോദിക്കണ പോലെയാണ്. എളുപ്പത്തിൽ പറയുക എന്തുകൊണ്ട് തോറ്റു. താത്വിക അവലോകനമൊന്നും ഇല്ല അവിടെ. അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കും, അത് നമ്മൾ റൂളാക്കും. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ റൂള് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് 2023-ലും 2024-ലും എൻ്റെ റൂള് എന്ന് പറയുന്നത് ഫ്രീ പരിപാടി ഇല്ല എന്നുള്ളതായിരുന്നു. ഫ്രീ പരിപാടി ഇല്ല. അതായത് ഫ്രീ അപ്പൊ സേതുക്ക ചോദിക്കും, ഇപ്പൊ ഇത്രയും കാലം ഫ്രീ ആയിട്ടല്ലേ ഇപ്പൊ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് ഉത്തരം ഞാൻ തരാം. അപ്പോ അതെന്താ കാരണം എന്ന് വെച്ചാൽ 2022-ല് ഞാൻ ഒരുപാട് ഫ്രീ പരിപാടികൾ പിടിച്ചു വെറുതെ. ആളുകൾക്ക് കണ്ടന്റുകൾ കൊടുക്കാൻ വേണ്ടി വെബിനാറുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളും വെറുതെ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് ഞാൻ ആരോടും വന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നോ അപ്സെല് ചെയ്യാനോ ഒന്നും ഞാൻ മെനക്കെട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് പറയും, അഷ്റഫ് ക ഇതേ സെയിൽസ് മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഈ പരിപാടി തന്നെ ബിസ്റ്റോക്സ് തന്നെ ഞങ്ങൾ നാളെ നിർത്തുന്നില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ട, അടുത്ത ഓഗസ്റ്റ് 15-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാസം ഒരു 2000, 2500, 3000 രൂപയുടെ അടുത്ത് മാസം വരുന്നുള്ളൂ.
ഒരു മാസം. അത് നിങ്ങളുടെ എക്സ്പെൻസ് ആയിട്ട് ചെലവായിട്ട് കാണരുത്. കറണ്ട് ബില്ല് അടയ്ക്കണ പോലെ, വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കണ പോലെ, മറ്റേ അങ്ങനെ കാണരുത്. ഇത് നിങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റാണ്. നിങ്ങളുടെ കമ്പനിയിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ? 80 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. എന്തിനാ? നിങ്ങൾ സെയിൽസിനെ കുറിച്ച്, നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നു, എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പഠിക്കുന്നു, HR എംപ്ലോയീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, എങ്ങനെ അവരെ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പഠിക്കുന്നു, അവരെ ഈ കമ്പനി എങ്ങനെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകണം, അടുത്ത ബ്രാഞ്ച് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബിസ്റ്റോക്സിൽ സംസാരിക്കുന്നത്. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് സോറി എക്സ്പെൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് 2500-3000 രൂപ വരും. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഈ 10 ദിവസത്തെ പരിപാടി നടത്തുന്നത് ഞാൻ എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള, നേരത്തെ അഷ്റഫ് പറഞ്ഞ സാധനം എന്താ? ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തേ ഇന്നലെ ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ക്ലാസ് കൊള്ളാൻ തോന്നിയോ? ഒന്നില്ലേ ഗ്രൂപ്പെങ്കിലും കൊള്ളാൻ തോന്നിയില്ലേ? അതുകൊണ്ടാണ്. അത് ട്രസ്റ്റ് ക്രിയേറ്റർ ആണ്. അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും എന്റെ ബിസിനസ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാജിയുടെ അടുത്തുനിന്ന്, സിന്ധുലതയുടെ അടുത്തുനിന്ന്, മുനീറിന്റെ അടുത്തുനിന്നൊക്കെ കാശ് മേടിച്ചിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം 10 ആളെ കൂടി ഇൻവൈറ്റ് ചെയ്ത് 10 ആളെ കൂടി വന്നിട്ട് കാണുക, നമ്മളെ കാണുക, ഇതൊക്കെയാണ് നടക്കുന്നത് മനസ്സിലാക്കുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊപ്പം കൂടാം, അല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഹായ് പറയുക. ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് മുതൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. എന്റെ അടുത്ത് അതുണ്ട്, എന്റെ അടുത്ത് ഇതുണ്ട്. കാരണം അത് എന്റെ പണിയാണ്. ദാറ്റ്സ് കോൾഡ് പ്രോസ്പെക്ടിങ്. നിങ്ങൾക്ക് വേണ്ട, ബിസിനസ്സുകാരന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. ചെയ്യണ്ടേ? അറിയണ്ടേ? അതെ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോസസ്. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഫ്രീ ആയിട്ട് കൊടുക്കലല്ല. ആക്ച്വലി അത് നമ്മുടെ ഒപ്പമുള്ള ആളുകളുടെ ഒപ്പം കുറച്ച് ദിവസം കൂടി ഇരിക്കാനുള്ള അവസരം തരികയാണ്, വിശ്വാസം ഉണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? ആ വിശ്വാസം ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോരുത്തർക്കും. ഞാൻ പുതുതായിട്ട് വരുന്ന ആരോട്, ഇപ്പൊ ഷാജി ബ്രോ ഇവിടെ വന്നപ്പോ ഷാജി ബ്രോട് പറഞ്ഞു കുറച്ച് ദിവസം നിങ്ങൾ ക്ലാസ്സിൽ കയറി, എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്ക് കാശ് തന്നാൽ മതി. ഷാജി ബ്രോ എനിക്കാ മെസ്സേജ് അയച്ചത്, ഞാൻ റെഡിയാണ്, എത്ര പൈസ എന്ന് വെച്ചത്. ഉമ എന്നോട് ആദ്യം വന്നു സംസാരിച്ചു, എന്നിട്ട് അല്ല ഗ്രൂപ്പിൽ കയറി, ഈ ക്ലാസ്സിൽ കയറി തുടങ്ങി. അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ശേഷമാണ് വന്നത്. ഓക്കെ. അങ്ങനെ ഓരോരുത്തരും നമ്മൾ കണ്ട്, അതിനാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. നമ്മളെ മനസ്സിലാക്കി. ആദ്യത്തെ പ്രശ്നം എന്നെ മനസ്സിലാക്കൽ, എന്നെ വിശ്വാസമല്ല. ഇത് പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് സ്വയം തോന്നലാണ് ആവശ്യം. അതൊരു സത്യമല്ലേ? ഇത് പഠിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരന് ആവശ്യമാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു വരുത്തുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതായത് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന്. ഒരുപാട് പേര് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ തെറ്റാണെന്നാണ്. ഉദാഹരണമായിട്ട് പറയാം, പൈസ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറയും. ആരാ പറയുന്നത്? ഒരു സമൂഹം മൊത്തം നിങ്ങളെ പഠിപ്പിക്കും പൈസ ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഉയർന്ന് കൂടുതൽ പൈസ ഉണ്ടായാൽ അത് മുഴുവൻ എവിടെയും ചെലവാക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പൈസ ചെകുത്താനാണ്. ഇങ്ങനെ കുറെ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയല്ലേ? ഇത് ആരെ പറഞ്ഞതാ? ഇതൊരു സമൂഹം പറയുന്നതാ. ഈ സമൂഹം പറയുന്നത് തെറ്റാണ്. സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ ചുറ്റുപാടുള്ള ആളല്ല, ഒരു മാസ് പീപ്പിൾ, മാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോ അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തൊരു കാര്യമാണ് സെയിൽസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. സെയിൽസ് പഠിക്കേണ്ട ആവശ്യമില്ല, സെയിൽസ് പറയേണ്ട ആവശ്യമില്ല, സെയിൽസ് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ചോദിക്കാണ്ട് ഒരു കസ്റ്റമർ നിങ്ങൾ കാശ് തരില്ല. തരുമോ? ഈ പണം എന്ന് പറയുന്ന സാധനം അത് കടം കൊടുത്താലും ഓക്കെ, അത് നിങ്ങൾ കസ്റ്റമർ അടുത്താണെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. ഒരിക്കലും കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് തരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം വേണം, എന്ത് ഫ്രീ ആയിട്ട് പരിപാടി നടത്തിയിട്ട് ഒരുപാട് കാലം ആ കസ്റ്റമറെ കൊണ്ടുപോയി നിങ്ങൾക്ക് അവരിൽ വിശ്വാസം ജനിപ്പിച്ച് കൊണ്ടുവരാൻ. കസ്റ്റമർ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വന്നോളാം, ഞാൻ പൈസ ഇട്ടോളാം എന്ന് പറയേണ്ട, അതിനുള്ള ധൈര്യം വേണം. നമ്മളെ സംബന്ധിച്ചുള്ള ഡേ ടു ഡേ ലൈഫ് നടക്കണ്ടേ, കാര്യങ്ങൾ എല്ലാ ദിവസവും നടന്നു പോണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലർ ചോദിക്കും എത്ര രൂപയാണ്. ഇപ്പൊ ഞാൻ സാധാരണ കണ്ടിരിക്കുന്നത്, ഇപ്പൊ എനിക്ക് കൊണ്ടുവന്ന ബീനയൊക്കെ വന്നിട്ടുണ്ട്. ബീനയൊക്കെ ബ്യൂട്ടി പാർലർ നടത്തുന്ന, ജയശ്രീ ബ്യൂട്ടി പാർലർ നടത്തുന്ന ബൊട്ടിക്കാണ് അല്ലെ. അവിടെ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത്?
എത്ര രൂപയാ? അപ്പൊ എന്തേലും തന്നാ മതി, നിങ്ങൾ സാധാരണ കൊടുക്കുന്നത് തന്നാ മതി. ഓട്ടോക്കാര് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ബഹുമാനം കാണിക്കലാണ്, അത് അങ്ങനെ പെരുമാറേണ്ടതെന്നാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നു, നിങ്ങളുടെ പൈസ എത്രയാന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളെ എത്രയാ ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ക്ലിയർ ആയോ? അതാ പറഞ്ഞത്, നിങ്ങൾ MRP തീരുമാനിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത് കസ്റ്റമർ ആവരുത്, അത് നിങ്ങളാവണം. കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ്, അത് അങ്ങനെയല്ലല്ലോ, അത് അവിടെ അത്രയാണല്ലോ. ബായ്, എന്റെ പ്രൊഡക്റ്റ്, ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ്, ഞാൻ നടക്കുന്ന സർവീസിന് ഞാൻ ചാർജ് ചെയ്യുന്ന ഇതാണ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വേണം. ക്ലിയർ ആയോ? ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഒരാള്, 6,000 റുപ്പീസ് അല്ല 8,000 റുപ്പീസ് കൂടുതലല്ലേ സെയിൽസ് മാസ്റ്റർ ഒക്കെ? വരണ്ട, കുറവുള്ളിടത്ത് പോയിട്ട് പഠിച്ചോ, എനിക്കെന്താ. പക്ഷെ ഞാൻ എന്റെ കുറയ്ക്കില്ല. എന്തുകൊണ്ടാ? എനിക്കറിയാം അതിലും വാല്യൂ കൊടുക്കുന്നുണ്ട്. 25 ദിവസം 1.5 മണിക്കൂർ ശ്രീജിത്തിനെ കിട്ടുന്നെങ്കിൽ ശ്രീജിത്തിന്റെ 1 മണിക്കൂറിന്റെ റേറ്റ് എത്രയാണ്? 1 മണിക്കൂർ ശ്രീജിത്തിനുള്ള റേറ്റ് എന്ന് പറയുന്നത് ശ്രീജിത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു 25 എന്നല്ല, അത് ഈ പറഞ്ഞ 500 രൂപ 200 രൂപ എന്നല്ല, അത് ആയിരങ്ങളാണ്. അത് 3,500 to 4,000 റുപ്പീസ് ആണ് ഒരു മണിക്കൂറിന് ഞാൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറഞ്ഞ പണി ഞാൻ പിടിക്കാറില്ല. 4,000 രൂപ എനിക്ക് മണിക്കൂർ കിട്ടുന്ന പരിപാടിയെ ഞാൻ പിടിക്കാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആളെ, ഇനി ആ വരുന്ന ആള് എത്ര വെച്ചാൽ അവരെ ഞാനത് പഠിപ്പിച്ചോളാം, അത് എന്റെ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ റൂളുകളാണ്, തീരുമാനങ്ങളാണ്. മനസ്സിലായോ? ഈ തീരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ബിസിനസ്സുകാർ പിന്നിലേക്ക് പോകുന്നത് പലപ്പോഴും. ഇപ്പൊ ഇന്നലെ പറഞ്ഞു, അത് വേറൊരു സംഭവം, ഇന്നലെ എനിക്ക് ഭയങ്കര ചീത്തവിളി കിട്ടിയിട്ടുണ്ട് നിഷയുടെ അടുത്തുനിന്ന്, എന്റെ പാർട്ട്ണർ അടുത്തുനിന്ന്. എന്ത്, നിങ്ങൾ വീട്ടിൽ പോണില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോ വീട്ടുകാർ, നിങ്ങൾ ആൾക്കാർ വിചാരിച്ചു നിങ്ങൾക്ക് വീട്ടുകാർ കുട്ടികളോടൊന്നും സ്നേഹമില്ലാത്ത ആളാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ചീത്തവിളിയായിരുന്നു. ഞാൻ പറഞ്ഞതൊന്ന് വേറെ, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വീട്ടിലൊന്നും പോകുന്ന ആളല്ല, ഇമോഷണലി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഈ ജീവിതം, ഈ ക്ലാസ് എടുക്കുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ എന്റെ മക്കൾക്ക് ഞാൻ വെറുതെ കൊടുത്തിട്ട് അടുത്ത് പോയിട്ടൊരു വാവാവോ കുഞ്ഞു വാവാവോ എന്ന് പാട്ട് പാടി കൊടുക്കുകയല്ല ചെയ്യണത്. അച്ഛന്റെ കുട്ടികളെ എന്താ ചെയ്യണേന്ന് ചോദിക്കുകയല്ല ഞാൻ ചെയ്യണത്. അത് ചോദിക്കും, പക്ഷെ അവർക്ക് ചിന്തിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള കാശ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെന്റെ സ്വഭാവമായിരിക്കും. തെറ്റ് പറയണവര് ഓക്കെ, സോറി. ഞാൻ ഇതാണ്. അവിടെ കൊഞ്ചലും കുഴയിലും, കൊഞ്ചലില്ല എന്നല്ല, ഞാൻ എന്റെ മക്കളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാനാണ്. എന്നെ എടാ പോടാന്ന് വിളിക്കുക ചെയ്യും എന്റെ മക്കള് രണ്ടെണ്ണോ. എന്നെ അച്ഛാന്ന് വിളിക്കാറില്ല, എന്റെ ഓമനപ്പേരാ വിളിക്കല്. പണ്ടെന്നോ എന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്ന പേര് അവർക്ക് ഇഷ്ടപ്പെട്ട അതാ എന്നെ വിളിക്കല്. അച്ഛാന്നൊന്നും വിളിയില്ല, എടാ പോടാന്നാ വിളിക്കുക ചെയ്യുക. അപ്പൊ അത് അത്രയും ഫ്രണ്ട്സാണ്. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റ് അതാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് ഇതിന് കിട്ടുന്ന പൈസ, ഇതിന് കിട്ടുന്ന കാര്യങ്ങൾ, എന്റെ മക്കളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പുതിയ മാക്കിന്റെ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കണം, ഏറ്റവും വില കൂടിയ ബാഗ് വാങ്ങിക്കൊടുക്കണം, ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളല്ല. അവർക്ക് വളരാൻ, അവരുടെ ലക്ഷ്യത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്, അതെന്താന്നുള്ളത് നമ്മൾ വെച്ചു കൊടുക്കും. നിങ്ങൾ ഏത് വീട് കെട്ടുകയാണെങ്കിലും കരിങ്കല്ലിലാണല്ലോ നിങ്ങൾ തറ കെട്ടാറുള്ളത്. അത്രേ ഉള്ളൂ. അതേപോലെ ബേസ് ഇട്ട് കൊടുക്കുക. ആ ബേസിൽ അവർ വളരണം. എങ്ങനെ വളരണം? ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടില്ല. ഞാൻ എന്റെ മക്കളോട് നീ ഡോക്ടർ ആവണമെന്നോ, നീ എഞ്ചിനീയർ ആവണമെന്നോ, നീ പോലീസുകാരനാവണമെന്നോ ഞാൻ പറയാറില്ല. കാരണം ഞാൻ എന്താ പറയോ, കഴിഞ്ഞ 20 വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു 40 വർഷം മുന്നേ എന്നോട്, ഒരു 35 വർഷം മുന്നേ എന്നോട് ചോദിക്കുകയാണ് എന്താവാനാ ആഗ്രഹം ചോദിച്ചപ്പോ അന്ന് ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. ആയിട്ടില്ലല്ലോ. അത് 35 വർഷം മുന്നേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡോക്ടർ ആവാൻ ആഗ്രഹം, എഞ്ചിനീയർ ആവാൻ ആഗ്രഹം എന്ന്. ഞാൻ ഇത്രേ ഉള്ളൂ. അടുത്ത 20 വർഷം കഴിഞ്ഞ് എന്റെ മക്കൾ എന്ത് ജോലി ആവും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഡോക്ടറുടെ ജോലി തന്നെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ, ഒരു വീഡിയോ കണ്ടിരുന്നോ? സുപ്രീം കോടതിയിൽ വാദിക്കാൻ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വക്കീൽ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അയക്കണം. രഞ്ജിനി ചോദിക്കുന്നുണ്ട് ക്ലാസ് ആണോ ഇതും ക്ലാസ് ആണ്, ഇതും ക്ലാസ് ആണ്. ബേസിക്കലി ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ബേസിക്കലി എവിടെ പറഞ്ഞപ്പോ മൂട് കളഞ്ഞു.
സാധനം പോയി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വക്കീല്. അതായത് അത്രയും കാലം മാറി നമുക്കൊരു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് സംസാരിച്ചെന്ന് മാറിയിട്ട് അതിന്റെ എക്സാക്ട് റൂൾസും റെഗുലേഷൻസും പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വക്കീല്, അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിക്കും. അപ്പൊ 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു ബിസിനസ്സുകാരന്റെ ചിന്തകൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ഭാവിയിൽ എന്തുണ്ടാവും എന്ന് ചിന്തിക്കുന്നതായിരിക്കണം നമ്മൾ. എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, വിഷണറി ആയിരിക്കണം. ടാറ്റ എന്ന് പറയുന്ന വ്യക്തിയെ, രത്തൻ ടാറ്റയെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് വിഷണറി എന്നുള്ളതാണ്. ഭയങ്കര വിഷണറായിട്ടുള്ള ആളാണ്. ഭയങ്കര വിഷണറി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുപോലെ ആയിരിക്കണം നമ്മൾക്ക് അത് ആവാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ കൃത്യമായിട്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ സെയിൽസിൽ സോഷ്യൽ സെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചേ മതിയാവൂ. എന്താ സോഷ്യൽ സെല്ലിംഗ്? ഇന്നലെ ഫാറൂഖ് ജി ഭയങ്കര സംസാരിച്ച കാര്യം ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ പഠിച്ചേ മതിയാവും. പണ്ട് APJ അബ്ദുൽ കലാമിനെ IQ, നമ്മുടെ എന്താ പറയാ തോമസ് ആൽവ എഡിസൺ, സോറി ഐൻസ്റ്റീന്റെ ഐക്യുവിനെ പറ്റിയാണ് നമ്മുടെ നാട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാ, ബുദ്ധിശക്തിയെ കുറിച്ചാ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്. ശരിയല്ലേ? ഇന്ന് ബുദ്ധിയുള്ളവൻ അത്ര വലിയ ഇതൊന്നുമില്ല. ഇന്ന് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച്, ഇമോഷണൽ ക്വസ്റ്റ്യനെ കുറിച്ച് സംസാരിക്കുന്നത്. EQ എന്താ? അത് ആളുകളോട് പെരുമാറാൻ, സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ. സെയിൽസുകാരന് വേണ്ട ഏറ്റവും വലിയ കാര്യം IQ അല്ല, EQ ആണ്. അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊന്നും സെയിൽസ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്കൊന്നും സെയിൽസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താ അറിയോ? അവൻ ചിന്തിക്കുന്നത് ബുദ്ധിപരമായിട്ട് മാത്രമായിരിക്കും, പക്ഷെ അവിടെ ആക്ച്വലി വരുന്നത് ഇമോഷണലി ആണ്. സെയിൽസ് എന്താണ്? അഷ്റഫ് ഖാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ആളുകളോട് പറയുന്ന കാര്യമാണ്. യെസ്, ഇമോഷണലി ചെയ്യുന്ന കാര്യമാണ് സെയിൽസ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇമോഷണൽ ക്വോഷ്യന്റ് ഈസ്, ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മുന്നിൽ ഒരു ബുക്കും പേപ്പറും ഇല്ല എന്ന് ഇത് സംസാരിക്കണം എന്ന് വെച്ചിട്ട്. ഞാൻ വരുന്നു, അന്നത്തെ മൂഡ് എന്താണ്, അത് എനിക്കൊരു ബേസ് ഉണ്ടാവും. ആ ബേസിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഓരോരുത്തർക്ക് അനുസരിച്ച് സെയ്ദ് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി ആയിരിക്കരുത് ചിലപ്പോൾ ഫറൂഖ് ജിയോട് സംസാരിക്കുന്നത്, അങ്ങനെ ആയിരിക്കരുത് ചിലപ്പോൾ ഞാൻ മുനീർ ഭായിയോട് സംസാരിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് ഇമോഷണൽ ഇന്റലിജൻസ്. കസ്റ്റമറോട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ചില നമ്മുടെ മൂത്താപ്പകൾ ഉണ്ടാവും, ചില കച്ചവടത്തിലെ മൂത്താപ്പകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. കണ്ടിട്ടില്ലേ? സെയ്ദൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടില്. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറൊന്നുമില്ല. ഇതിന്റെ ആവശ്യം എന്താണ്? ഞാൻ കൊല്ലങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന, ജനിച്ചപ്പോ മുതൽ സെയിൽസ് ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇമോഷണലി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഈ കാലത്ത് അവർ പിടിച്ചു നിൽക്കുന്നതിനും കാരണം ആ ഇമോഷണൽ ഇന്റലിജൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? സിറ്റുവേഷൻഷിപ്പ് അനുസരിച്ച് പെരുമാറാൻ നമുക്ക് അറിയണം. ഓരോ സിറ്റുവേഷനും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരാള് വരുന്നു, ആ ആള് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അയാൾ സാധനം വാങ്ങുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് റഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ചിലപ്പോൾ EMI, ഇപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരിക്കും നമ്മൾ വാങ്ങാത്തത്. EMI കൊടുക്കണം. അപ്പോ EMI എങ്ങനെ കൊടുക്കണം? അങ്ങനെ ഒരു സംഭവ സ്കീമേ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറയും നിങ്ങൾ മാസം അടച്ചാൽ മതി, ഈ എമൗണ്ട് മാസം അടച്ചാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. എന്നിട്ട് പറയണം, സാറേ പുതിയ ആൾക്കാരെ, അതേപോലെ പഴയ കസ്റ്റമറെ വിളിച്ചിട്ട് ചോദിക്കണം പുതിയ റഫറൻസുകൾ വല്ലതും, എനിബഡി. അത് മടിയാണ് നമുക്ക്. അത് നമുക്ക് ഭയങ്കര വലിയൊരു മടിയുള്ള കാര്യം. എങ്ങനെയാ വിളിച്ച് ചോദിക്കുക എന്നുള്ളത്? എങ്ങനെയാ നമ്മൾ വിളിച്ച് ചോദിക്കുക ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടോ എന്നുള്ളത്? എനിക്കും ഒരു മടിയില്ല, ഞാൻ ഇവിടെ പറയാറുണ്ട്, ഇല്ലേ? ശരി. ക്ലോസിംഗിൽ ഞാൻ കൂടുതലായിട്ട് സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നലെ ഇരുന്നത്. നമ്മൾ ഏകദേശം 1.25 മണിക്കൂർ ഇന്നലെ സംസാരിച്ചിട്ട് നമ്മൾ സെയിൽസ് ക്ലോസിംഗ് കുറച്ചേ സംസാരിച്ചുള്ളൂ, ഒരു അരമണിക്കൂറോളെ സംസാരിച്ചുള്ളൂ. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് 2-3 പോയിന്റുകൾ മാത്രമാണ്. ബാക്കി നമുക്ക് ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ തീരുമാനിക്കാം, നാളത്തെ കാര്യം സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കസ്റ്റമറെ കൊണ്ട് ഇന്നലെ ഞാൻ ചെയ്ത പോലെ കസ്റ്റമറെ കൊണ്ട് മിനിമം 6 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് യെസ് പറയിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക.
ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തത്, സെയിൽസ് എന്ന് പറയുന്നത് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ചോദിക്കണം. അപ്പൊ എങ്ങനെയാ പ്രൊഡക്റ്റ് വാങ്ങല്ലേ എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് തള്ളി വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ആസ്ക് സെയിൽസ്. സെയിൽസ് നമ്മൾ 6 വട്ടം ചോദിക്കണം എന്നാ. ഒരു സെയിൽസ് ഇതിന്റെ ഇടയിൽ 6 വട്ടമെങ്കിലും മിനിമം സെയിൽസ് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ 6 വട്ടം അവനെ കൊണ്ട് യെസ് പറയിപ്പിച്ചിരിക്കണം. ഇതൊക്കെ വളരെ നിബന്ധനയുള്ള കാര്യങ്ങളാണ്. അതേപോലെ സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്സുകളെ കുറിച്ചിട്ട് നമ്മുടെ ജുഹൈന മാഡം വളരെ വിശദമായി സംസാരിക്കുന്നതായിരിക്കും പിന്നീട്. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് അത്യാവശ്യം നമ്മുടെ പ്രോഡക്റ്റ് അനുസരിച്ചിട്ടുള്ള സെയിൽസ് ക്ലോസിംഗ് മെത്തേഡുകൾ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. സനീഷ് എന്ത് ചെയ്യണു? സനീഷ് ജി വിൽക്കുന്നത് മരുന്നുകളാണ്. പക്ഷെ കാണുന്നത് കസ്റ്റമറെ അല്ല, ഡോക്ടറെയാണ്. ഡോക്ടറാണ് കസ്റ്റമറെ കാണുന്നത്. അപ്പൊ ഡോക്ടറിലൂടെ മരുന്ന് കസ്റ്റമറിലേക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും? ഡോക്ടർ നമ്മുടെ മരുന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് തരത്തിലുള്ള ക്ലോസിംഗ് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അവിടെ സനീഷ് ഉപയോഗിക്കുന്ന 2 ക്ലോസിംഗ് മെത്തേഡാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഒന്ന്, സംതിങ് ഫോർ നത്തിങ്. സംതിങ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ഡോക്ടർമാർ സംതിങ്ങിന്റെ ആൾക്കാരായിരിക്കും. ആ സംതിങ് എന്താന്നുള്ളത് നമ്മൾ കൊടുക്കണം. എന്നിട്ട് സംതിങ് ഫോർ നത്തിങ് ഒരു ക്ലോസിംഗ് മെത്തേഡിന്റെ പേരാണ്. എന്തെങ്കിലും അഡീഷണലി ക്ലാസ്, നമുക്ക് വലിയ നഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് കൊടുക്കണം. അതാണ് സംതിങ് ഫോർ നത്തിങ്. നമ്മൾ മറ്റേ ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ സ്പൂണ് ഫ്രീ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? അത് ഇങ്ങനെയാണ്. സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് മെത്തേഡാണ്. ആളുകൾ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ് സംതിങ് ഫോർ നത്തിങ്. അപ്പൊ സനീഷ് ചെയ്യണ ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തത് സനീഷ് പറയാണ്, ഡോക്ടർ വയനാട് ഇരുന്ന ഡോക്ടർ കണ്ണൂർ പോയപ്പോഴും എന്റെ മരുന്ന് എഴുതാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? അവിടെ സനീഷ് ഉപയോഗിച്ചത് എമ്പതി ക്ലോസിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് ഡോക്ടറോട് സംസാരിക്കുന്ന, അവിടെ ഡോക്ടറെ പറ്റിയിട്ടോ ഡോക്ടറുടെ മറ്റേ മരുന്ന് എഴുതിനെ കുറിച്ചിട്ടോ ഡോക്ടറുടെ ഇതിനെ കുറിച്ചല്ല. എന്ത് സാർ വിശേഷങ്ങൾ? ഫാമിലിയൊക്കെ എന്ത് പറയുന്നു? കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇപ്പോ? അപ്പോൾ അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന സ്കൂളല്ലേ, ആ സിൽവർ ഗേൾസ് അല്ലേ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പേഴ്സണലി കാണാൻ സാധിക്കുന്ന, പേഴ്സണലി അവരെ മെന്റർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലോസിംഗ് മെത്തേഡാണ്. ദാറ്റ്സ് കോൾഡ് എംപതി ക്ലോസിംഗ് മെത്തേഡ്. ഇത് സനീഷിയുടെ 2 ക്ലോസിംഗ് മെത്തേഡാണ്. 2 ക്ലോസിംഗ് മെത്തേഡാണ് സനീഷിയുടെ. ഇതാണ് സനീഷിയുടെ ബേസിക് ക്ലോസിംഗ്. ഇതിന്റെ അപ്പുറത്ത് ക്ലോസിംഗ് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടായിരിക്കാം, പക്ഷെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഷാജി ബ്രോയെ സംബന്ധിച്ചിടത്തോളം ഷാജി ബ്രോയ്ക്ക് 3-4-5 ടൈപ്പ് സെയിൽസ് ക്ലോസിംഗ് ഉണ്ട്, ടെക്നിക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയാം, ഷാജി ബ്രോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സമ്മറൈസ് ക്ലോസിംഗ് മെത്തേഡ്. സമ്മറൈസ് ക്ലോസിംഗ് മെത്തേഡ്, അതായത് നമ്മൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോയിട്ട് അവസാനം ഒന്നും കൂടി ഇതിനെ സമ്മറൈസ് ചെയ്ത് കൊടുക്കും. പേപ്പറിൽ എഴുതുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളും പേപ്പറിൽ എഴുതുന്നു, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പേപ്പറിൽ എഴുതുന്നു. ഈ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, ഇതൊക്കെയാണ് വരുന്നത്, നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഞായറാഴ്ചയാണ് പ്രോഗ്രാം, ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഞായറാഴ്ച രാവിലെ നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മാല, ബൊക്കെ, കല്യാണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കിയിരിക്കും. നമ്മുടെ കാറ്ററിംഗ് ടീം ഇന്ന ഭക്ഷണമാണ് റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചറിഞ്ഞിട്ട് അവസാനം എന്ത് പറയും? ഇനി നമുക്ക് വേണ്ടത് ഒരു അഡ്വാൻസ് എമൗണ്ട് ആണ്, നമുക്ക് ഇത്ര എമൗണ്ട് അഡ്വാൻസ് ആണ് നമുക്ക് തരേണ്ടത് എന്ന് പറയും. ഉദാഹരണം എമൗണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ. അതിന്റെ ഒരു 25% അഡ്വാൻസ് നമുക്ക് തുടക്കത്തിൽ നമുക്ക് തരണം. അതാണ് സെയിൽസ്. ആ 25% മേടിക്കുമ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെ. കാശ് കയ്യിൽ വരുമ്പോഴാണ് സെയിൽസ് നടക്കുന്നത്. അത് നമ്മൾ ചോദിക്കുന്നു. സമ്മറൈസ് ക്ലോസിംഗ് മെത്തേഡ് എന്നായിരുന്നു. ഇതൊരു മെത്തേഡാണ്, വൺ ഓഫ് ദ മെത്തേഡാണ്. രണ്ടാമത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയും. എന്താണ് ജുഹൈന ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്? ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ. നമ്മൾ അതിന്റെ പിന്നാമ്പുറത്തുണ്ടായ, അപ്പൊ ഇത്രയും ആൾക്കാര് പണിയെടുത്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായത് എന്ന് പറയും. കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നാമ്പുറത്തുണ്ടായ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അതായത് ഷാജി ബ്രോ പറയാണ്, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട്
ഈ പരിപാടി നടത്തുന്നത്, ഈവൻസ് മാനേജ്മെന്റ് നടത്തുന്നത്. ഞാൻ തുടങ്ങിയത് ഒരു ക്യാമറ വാങ്ങിയിട്ട് ക്യാമറാമാൻ ആയിട്ടാണ്. അപ്പോൾ ഈ ക്യാമറാമാൻ ആയിട്ട് തുടങ്ങിയ ഞാൻ ഇപ്പോ ഒരു ഈവന്റിലേക്ക് എത്തിയതിന് മുന്നിൽ ഇങ്ങനെ തന്നെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയൊക്കെ എഫേർട്ടും ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റും ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്നത് എന്ന് ആരെ ബോധ്യപ്പെടുത്തണം? കസ്റ്റമറെ ബോധ്യപ്പെടുത്തണം. അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്രിയേറ്റിംഗ് ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ വലിയ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് ആർട്ടിസാൻസ് പോസിബിൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇതിൽ എഫേർട്ട് ഇടുന്നതാണ്. സെയിൽസ് പഠിക്കാൻ, സെയിൽസ് ചെയ്യാനല്ല, അത് ഞാൻ 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് സെയിൽസ് ശരിക്കും പഠിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടു, ഞാൻ ഇത്ര പൈസ ചെലവഴിച്ചിട്ടാണ് ഞാൻ അതിനൊക്കെ ഇന്ന് എന്റെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇന്നലെ സൺഡേ ആണ്, ഇന്നലെ പോലും ഞാൻ ഇതിനു വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എമൗണ്ട് വരുന്നത്. സെയിൽസ് പഠിക്കാൻ 1 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ 3 വർഷം കൊണ്ട് പഠിച്ച, 1 ലക്ഷം രൂപ വെച്ചിട്ട് 3 വർഷം കൊണ്ട് പഠിച്ച ഞാൻ അത് 25 ക്ലാസ്സുകളിലേക്ക് സെയിൽസ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ 8000 ചാർജ് ചെയ്യുന്നുണ്ട്. കുറവല്ലേ? ഇതാണ് എന്റെ സെയിൽസ് മെത്തേഡ്. ഇത് തന്നെയാണ് ഷാജി ബ്രോ ചെയ്യേണ്ടത്, ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. വിജയേട്ടൻ ചെയ്യേണ്ടതും ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. അതേപോലെ ഷാജി ബ്രോ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ മെത്തേഡാണ് അസംപ്റ്റീവ് ക്ലോസിംഗ് മെത്തേഡ്. അസംപ്റ്റീവ് എന്താണ്? അപ്പൊ നമ്മുടെ പരിപാടി വരുന്നത് എങ്ങനെ? നമ്മുടെ പരിപാടി ഇപ്പൊ ഞായറാഴ്ചയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഞായറാഴ്ച രാവിലത്തേക്കില്ല, ശനിയാഴ്ച നമുക്ക് വർക്ക് തുടങ്ങാം. ശനിയാഴ്ച വൈകുന്നേരം നമുക്ക് വർക്ക് തുടങ്ങാം. അതിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട്, ദക്ഷിണ ഉണ്ടോ? എങ്ങനെ പരിപാടി? തലേദിവസം വൈകുന്നേരം ആണോ അതോ രാവിലെ തന്നെയാണോ? തലേദിവസമാണല്ലേ. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മുടെ ടീം വന്നിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. ക്യാമറ ടീം അപ്പൊ വരും. അപ്പൊ വന്നാൽ പോരെ? 3 മണിക്ക് വന്നാൽ പോരെ? അപ്പൊ ആൾക്കാർ വരിക്കും 3 മണിക്ക് വന്നാൽ മതി, 3 മണിക്ക് വന്നാൽ മതി. ഇതെന്താണ്? നമ്മൾ ചർച്ച തുടങ്ങിയിട്ടില്ല. നമ്മുടെ പരിപാടി അതായത് ഇത് ക്ലോസ് ആയിരുന്നു, അടുത്ത പരിപാടി തുടങ്ങി എന്നുള്ള രീതിയിൽ അസംപ്റ്റീവ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ്, അസംഷൻസ് പറയുകയാണ് അസംപ്റ്റീവ് ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്ലോസിങ്സ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലോസിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഞാൻ പറയുന്നതിലല്ല, ഞാൻ ഓരോരുത്തരെയും വിശദീകരിച്ച് പറയുന്നില്ല. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ, ഒരു സംശയമില്ല. ചോദിച്ചോ. പുതിയ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ. പുതിയ ആൾക്കാർ, ആദ്യമായിട്ട് വരുന്നവർ, ഈ 10 ദിവസം വരുന്നവർക്കാണ്. കാരണം നിങ്ങൾക്കാണ് സംശയങ്ങൾ. ബാക്കിയുള്ളവർക്ക് നാളെ ഞാൻ തീർത്തു കൊടുക്കാം, എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് തീർത്തു കൊടുക്കാം. ഇവരിവിടെ ഉണ്ടാവും. പുതിയ ആൾക്കാർ ചോദിച്ചോ, എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസിംഗ് ഡെവലപ്പ് ചെയ്യാം. എല്ലാ ദിവസവും എന്തൊക്കെ മെസ്സേജ് ഇട്ടാലും ചോദിക്കുക, എന്താ പ്രശ്നം, എന്താ ചലഞ്ച് ചോദിച്ചാൽ അപ്പം ഇടും. എന്ത്? ക്ലോസിംഗ് ആ സാറേ പ്രശ്നം, ക്ലോസിംഗ് ആ സാറേ പ്രശ്നം എന്ന് പറയാറില്ലേ? ശരി, പറയും. എന്ത് ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സാർ എന്റെ എന്ത് ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിക്കാം? താങ്കളുടെ ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, താങ്കൾക്ക് വേണമെങ്കിൽ സംതിങ് ഫോർ നത്തിങ് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ സാധനം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വെക്കണം എന്നില്ല. നിങ്ങൾ സർവീസ് കൊടുക്കാം, എക്സ്റ്റെൻഡഡ് ഒരു വാറന്റി കൊടുക്കാം. നിങ്ങൾ സർവീസ് സംതിങ് ഫോർ നത്തിങ്. നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, സാർ ഇന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്ര എമൗണ്ടിൽ തരാം. ആ എമൗണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ എമൗണ്ടിൽ ഞാൻ 1 വർഷം കൂടി സർവീസ് അഡീഷണൽ തരാം. ആക്ച്വലി സർവീസ് നമുക്ക് ഫ്രീ അല്ല, പക്ഷെ 1 വർഷത്തെ സർവീസ് നമുക്ക് തരാൻ പറ്റും. താങ്കളെ സംബന്ധിച്ചത് താങ്കൾക്ക് അറിയാം 1 വർഷം കൊണ്ട് ഇത് കേട് വരാനൊന്നും പോകുന്നില്ല. ശരിയല്ലേ? മാക്സിമം പോയാൽ 1 മണിക്കൂർ പണി ഒന്ന് ക്ലീൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതൊരു വലിയ ചെലവില്ലാത്ത കാര്യമാണ്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. അഡീഷണൽ സർവീസ് കൊടുക്കാൻ പറ്റും, സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ താങ്കളുടെ എക്സ്പീരിയൻസ് പറയുന്ന ആർട്ടിസാൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ചില ആൾക്കാർ പൈസയെമ്പിൽ പിശുക്കി നിൽക്കുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് പൈസ, ഈ പൈസക്ക് വേണം, എനിക്ക് ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് പറയുന്നുണ്ടാവും അല്ലേ? അങ്ങനത്തെ ആളോട് പറയുക, നമുക്കത് ഓക്കെ ആണെങ്കിൽ, ആ റേറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ, വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, ശരി ഓക്കെ ശരി, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, താങ്കൾ പറയുന്നത് റേറ്റ്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് പൈസ കിട്ടണം, കാര്യങ്ങൾ വർക്കൗട്ടാണ്. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും.
ഇതിനെ പറയുന്ന പേര് ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ് മെത്തേഡ് എന്നാ. ഷാർപ്പ് ആംഗിൾ ക്ലോസിംഗ് മെത്തേഡ് എന്നാ. ശരി, അഷ്റഫ്ക്ക പറയും എന്തിലാണ് പ്രശ്നം കിടക്കുന്നതെന്ന് പറയൂ. അപ്പൊ നമുക്ക് അതിൽ കാര്യം പറഞ്ഞുതരാൻ പറ്റും. എവിടെയാണ് ക്ലോസ് ആവാതിരിക്കാറുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എല്ലാ പുതിയ കസ്റ്റമറിനൊക്കെ കൺഫ്യൂഷൻ ആണ്. ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ഐറ്റംസ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഏത് വാങ്ങണം എന്നുള്ള, പിന്നെ വില കൂടുതലാണോ എന്നുള്ള ഒരു ഡൗട്ടും വരുന്നുണ്ട്. അത് നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ക്ലോസിംഗിലല്ല, അത് ക്ലോസിംഗിന് മുന്നേ ഉള്ള കാര്യങ്ങളിലാണ് പ്രധാനം. അത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ അല്ല, അതിനുള്ള ഉത്തരം ഞാൻ കഴിഞ്ഞ ദിവസം തന്നില്ലേ, എന്റെ എക്സാമ്പിൾ വെച്ച് തന്നില്ലേ. അതായത് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ സമയത്ത് ഉണ്ടാവുന്നത് എന്താണ്, പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക മാത്രമേ ഉള്ളൂ. അവർ മേ ബി ഒരു ഫസ്റ്റ് സർവീസ് ചെയ്യും, അത് കഴിഞ്ഞ് വിളിച്ചാൽ എപ്പോഴും ശരിയല്ലേ? അതാണ് നിങ്ങൾ പറയല്ലേ. മറ്റേത് അങ്ങനെയല്ല. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരാം. ചെറിയ പണികളൊക്കെ ഒന്നും നിങ്ങൾ ₹1 ചെലവഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയാലോ. സാധനങ്ങൾ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പൈസ തരണ്ടൂ, അല്ലെങ്കിൽ സർവീസിനൊന്നും തരണ്ട എന്ന് പറയാലോ. ആൾക്കാർ അതിനുള്ള ഞാൻ പറയണത്, അവിടെ ഓൺലൈനിൽ കിട്ടുന്ന സാധനം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ഒരു മാക് ബുക്ക് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓൺലൈനിൽ റേറ്റ് നോക്കി. ഓൺലൈനിൽ റേറ്റ് നോക്കിയപ്പോ ഒരു വില കാണിക്കുന്നു, അതിനേക്കാൾ ഒരു ₹20,000 കൂടുതലാണ് എനിക്ക് മാക്കിന്റെ, അതായത് ആപ്പിളിന്റെ ഷോറൂമിൽ പോയപ്പോ. ഓക്കെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഈ ₹20,000 ഡിഫറൻസ് ഓൺലൈനും ഇതും തമ്മിൽ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന, അപ്പൊ ഉദാഹരണമായിട്ട് EMI എടുക്കുകയാണെന്ന് കരുതുക. ഓൺലൈനിൽ കിട്ടുന്ന EMI നേരിട്ട് കിട്ടുന്ന EMI തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രോസസിങ് ഫീസിൽ വരെ വ്യത്യാസമുണ്ട്, പേഴ്സൻറ്റേജിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ എത്ര ഈ പറഞ്ഞ ആദ്യത്തെ ആൾക്കാർക്ക് നമുക്ക് മുതലാവും. മനസ്സിലായില്ലേ? അതാണ് അങ്ങനെ. അത് നമ്മൾ പറയണം. നമ്മുടെ മനസ്സിന് ഒരുപാട് വ്യത്യാസം വരാനും പാടില്ല. നിങ്ങൾ ലാഭം അതിൽ കയറ്റരുത്. നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, ചില റേറ്റുകൾ കുറവായിരിക്കും എന്താ പറയാ ഓൺലൈനില്, അത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും പഠിച്ചിരിക്കണം. ഓക്കെ, എനിബഡി എൽസ്? ആരെങ്കിലും വേറെ ചോദിക്കും? ആർക്കൊരു ചോദ്യമില്ലേ? നിങ്ങളെല്ലാം ബിസിനസ്സുകാരല്ലേ? ഒരു മിനിറ്റ്. ഷീബ, ഞാൻ എന്റെ കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഷീബ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ക്ലോസിംഗിനേക്കാൾ കൂടുതൽ ഷീബ ഇപ്പൊ ചെയ്യേണ്ട കാര്യം പുതിയ ആളുകളെ, അതായത് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ പറ്റുന്ന ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ പോക്കറ്റിൽ, ഉദാഹരണമായിട്ട് താങ്കളുടെ ഷോപ്പ് നിൽക്കുന്ന, നിങ്ങൾക്ക് പാഴ്സൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു മേ ബി ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ 10 കിലോമീറ്റർ ചുറ്റളവിന്റെ എന്തൊക്കെ ഓഫീസ് സമുച്ചയങ്ങളുണ്ടോ, അവിടെ എവിടെയൊക്കെയാണ് ആളുകൾ കൂടുന്നത്, ഉച്ച നേരത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഏരിയ ഏതാന്നുള്ളത് ഷീബ ഇരുന്നിട്ട് പേപ്പറിൽ എഴുതി ഉണ്ടാക്കണം. ആദ്യം ഇന്ന ഏരിയയിൽ ആൾക്കാരുണ്ട്, ഇനി അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ താങ്കളുടെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അവര് അദ്ദേഹം പറഞ്ഞുതരും. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് പുറത്തു പോകുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന് അറിയണ്ടായിരിക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇന്ന ഏരിയയിൽ ഇപ്പൊ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഓഫീസ് ഉണ്ട്, ആ ഓഫീസുകളിൽ ആൾക്കാർ എങ്ങനെയാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. ഗവൺമെന്റ് ഓഫീസുകളാണ് മിക്കവാറും ആൾക്കാർ വീട്ടിൽ നിന്ന് കൊണ്ടുവരായിരിക്കും. പ്രൈവറ്റ് ഓഫീസുകളിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പ്രൈവറ്റ് ഓഫീസുകളിൽ മിക്കവാറും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ IT കമ്പനികൾ ബാച്ചിലേഴ്സ് ആയിരിക്കും, അവർക്ക് നല്ല ഭക്ഷണം കിട്ടണമെന്നുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യങ്ങൾ, അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഷീബയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? ഈ പറഞ്ഞ ആളുകൾക്ക്. അതിനവിടെ മാർക്കറ്റിംഗ് നടത്തണം, പ്രോസ്പെക്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ 100 രൂപയാണെങ്കിൽ 200 രൂപയാണെങ്കിൽ അവർ വാങ്ങണമെങ്കിൽ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയിപ്പിക്കണം. ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുക്കണം. എന്നിട്ട് പറയണം, നിങ്ങൾ പറയും ഞങ്ങളുടെ ഭക്ഷണം എങ്ങനെയുണ്ടോ ഒന്ന് പറഞ്ഞ വീഡിയോയിൽ, ഞങ്ങളുടെ മൊബൈലിൽ ഒന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അതിനെ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് നിങ്ങളുടെ ഇതിന്റെ പേരൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് ആൾക്കാർക്ക് കൊടുക്കണം, വാട്സപ്പിൽ കൊടുക്കണം. ഈ പറയുന്ന ആൾക്കാരുടെ നമ്പർ കളക്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഇങ്ങനെ പ്രോസ്പെക്റ്റിംഗ് ആണ്. ഇങ്ങനെ മെസ്സേജുകൾ കണ്ടിട്ടാണ് അവർ വർക്കൗട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ ഷീബ? വിശ്വാസം ഉണ്ടാക്കലാണ് അവിടെ. ഓക്കെ, ശരി. അടുത്തത് ജയശ്രീയാണ് ചോദിച്ചത്. ജയശ്രീ ഒന്ന് പറയോ, എന്താണ്, എവിടെയാണ് ചലഞ്ച് ഒന്ന് പറയോ? എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്ക് മുഴുവൻ അറിയില്ല. എന്റെ സ്ഥലം
പാട്രാക്കില് തൃശ്ശൂര്. ഓക്കെ ഓക്കെ. അവള് സിന്ധുവിന്റെ ഞങ്ങള് ഫ്രണ്ട് ആണെന്ന് എനിക്കറിയാം. ഞങ്ങള് സ്കൂളിംഗ് തൊട്ട് ഡിഗ്രി കഴിയണവരെ ഒന്നിച്ചായിരുന്നു. ആ പിന്നെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് ഒരു ഫാമിലി യെസ്, പോലെ ഇപ്പോഴും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ സാറിനെ സ്കൂളിംഗ് തൊട്ടെന്നൊക്കെ പറഞ്ഞ കൊല്ലം കുറെ ആയിട്ടുണ്ടാവല്ലോ. ആയിക്കോട്ടെ, ഞങ്ങളുടെ അതൊന്നും വയസ്സ് പുറത്തു വിടുന്നില്ല, പറഞ്ഞോ. അല്ല, വയസ്സായി എനിക്ക് പറയാൻ മടിയില്ല. 53 ഇയേഴ്സ്. സിന്ധുവിന് മടിയുണ്ട്, പറയണ്ട. സിന്ധു ആരോട് പറഞ്ഞിട്ടില്ല. സിന്ധുവിനെ കണ്ടാ തോന്നില്ല, അതാണേ. അതാണ് അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ക്ലോത്തിന്റെ തന്നെയാണ്, സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടിപ്സ്, സെയിൽസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയലും ഇപ്പൊ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് അതുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് സെയിൽസ് ക്ലോസിംഗിലല്ല എനിക്ക് ടിപ്പ് തരാനുള്ളത്, നിങ്ങൾക്ക് ആളുകളെ കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് ടിപ്പ് തരാൻ പറ്റും. അതായത് നിങ്ങളുടെ കച്ചവടം എന്ന് പറയുന്നത് പുതിയ ആൾക്കാരായിട്ട് എപ്പോഴും കണക്റ്റഡ് ആവണം, പഴയ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആവണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ടൈപ്പ് ഓഫ് കസ്റ്റമറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റമർ, ന്യൂ കസ്റ്റമർ, റിപ്പീറ്റഡ് കസ്റ്റമർ, ക്ലയന്റ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരെ അവർ ഏത് ലെവലിലാണ് വരുന്നത്, പുതിയ ആൾക്കാരെ, അതിനൊക്കെ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജി വെക്കണം. പുതിയ കസ്റ്റമറെ കൊണ്ടുവരാൻ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ, അതേപോലെ തന്നെ ക്ലയന്റ് ആയിട്ടുള്ള ആൾക്കാരെ, അഡ്വക്കേറ്റ്, അംബാസിഡർ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ നമുക്കൊരു ഒരു സ്ട്രാറ്റജി വേണം. അതാണ് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. അത് വന്നാൽ നിങ്ങൾക്ക് ക്ലോസിംഗ് നടക്കുന്ന എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? ക്ലോസിംഗ്, അതായത് 2 കാര്യമുണ്ട് ഞാൻ പറയുന്നത്. അറിയാം, സെയിൽസ് എന്ന് പറയുന്നത് 3 കാര്യമാണ്. സെയിൽസ് എന്ന് പറയുന്നത് 3 കാര്യമാണ്. അതായത് ഒന്ന്, ആളുകളെ, കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, ആ ആളുകളിലേക്കുള്ളിലേക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക. മൂന്നാമത്തത്, ഇവരെയും കൊണ്ട് ഫോളോ അപ്പ് ചെയ്ത് അത് ഇവരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്ന സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്. എനിക്ക് തോന്നുന്നു ജയശ്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് മറ്റേ ഓട്ടോമാറ്റിക്കലി നടക്കും. ശരിയല്ല? സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കുറച്ച്. അവരുടെ അടുത്ത് ഇരിക്കുന്ന സ്ട്രാറ്റജി ആയിരിക്കരുത് അവരുടെ അടുത്ത്, അതായത് സാധാരണ ആൾക്കാരുടെ അടുത്ത് എടുക്കുന്ന, അല്ലെങ്കിൽ പുതിയ ആൾക്കാരുടെ അടുത്ത് എടുക്കുന്ന സ്ട്രാറ്റജി. പിന്നെ ഞാൻ സോപ്പിന്റെ ഇറക്കിയിട്ടില്ല, മാർക്കറ്റിംഗിലേക്ക് ഇറക്കിയിട്ടില്ല. എന്റെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. ജയശ്രീയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജയശ്രീ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെട്ടെന്ന് നമുക്ക് ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ സിന്ധുലതയെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് അറിയാലോ, സിന്ധുലതയ്ക്ക് ഒരു ബിസിനസ്സും ഇല്ല. പക്ഷെ സിന്ധുലതയുടെ മനസ്സിൽ ഒരു ചെറിയ നാമ്പ് കിടപ്പുണ്ട്. നാമ്പ്, ഇതുപോലെ ചെറിയതായൊരു നാമ്പ്. ആ നാമ്പിന്റെ പുറത്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയും സിന്ധുലതയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ നമുക്ക് അതിനെ എങ്ങനെ, അതായത് 2 കാര്യമുണ്ട് നമുക്ക്. ഒന്ന് പാഷൻ, രണ്ടാമത്തെ പ്രൊഫഷൻ. ഈ പാഷനും പ്രൊഫഷനും കൂടി ഒന്നായി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ രാത്രി 1:30-2 മണിക്കാണ് വന്ന് കടന്നുറങ്ങിയത്. ഒന്നുമില്ല, സിനിമയ്ക്ക് പോയതാണ്. 2 മണി, 1:45, 1:30 മണി കഴിഞ്ഞിട്ടാണ് വന്ന് കടന്നത്. ഞാൻ ഇന്ന് 5 മണിക്ക് രാവിലെ എഴുന്നേറ്റ് വീണ്ടും എങ്ങനെ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ ഈ സഖാവേഴയിലേക്ക് കയറരുത്, ഇടി കിട്ടിൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഫ്ലോ ഒന്ന് പോയി. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ഒരു പാഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നതും സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ഒന്നും ഒരു ബുദ്ധിമുട്ടാവില്ല ബേസിക്കലി. പക്ഷെ ഞാൻ ഭയങ്കര മടിയനാണ്. ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര മടിയനാണ്. പക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരിക്കലും മടി പിടിക്കാറില്ല. കാരണം എന്റെ പാഷനും എന്റെ പ്രൊഫഷനും ഞാൻ ഒന്നാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ആൾക്കാരോട് ചാറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രഞ്ജിനിയോട് പറഞ്ഞു, രഞ്ജിനി ഒരു കാര്യം ചെയ്യുക, എന്റെ പുതിയ പ്രൊഡക്റ്റ് അയക്കുക. ഞാനൊരു 2 പുഷ് ചെയ്തതിനു ശേഷമാണ് അവളെ തുടങ്ങിയത് തന്നെ. അപ്പൊക്കെ വാട്സപ്പ് ബ്ലോക്ക് ആയി. അവളെ മനസ്സ് പോലെ സംഭവിച്ചു. എനിക്ക് എന്താ അറിയില്ല എന്ന് വരെ അത് നമ്മളൊരു മൈൻഡ് സെറ്റ് ആണ്. പറഞ്ഞത് രഞ്ജിനി മോശക്കാരിയാണെന്നല്ല, എന്റെ എന്റെ ചേച്ചിയാണെന്നുള്ള ഒറ്റ ഗുണം അവൾക്കുള്ളൂ, വേറെ കാര്യം. എന്നാലും പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് വന്നത്, ഇത് പാഷനും പ്രൊഫഷനും ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് രണ്ടും കൂടി ഒരുമിച്ചാവുക എന്നുള്ളത്. അപ്പൊ സിന്ധുലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്ന അവിടെ ആയിരുന്നു. സിന്ധുലത്തെ സംബന്ധിച്ചിടത്തോളം സിന്ധുലതയ്ക്ക് ഒരു ഭയങ്കര വലിയ പാഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ സിന്ധുലത ജയശ്രീ പറഞ്ഞ പോലെ എങ്ങനെ ചെറുപ്പമായിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധുലതയ്ക്കുള്ള ഡെഫിനേഷൻ എന്താ അറിയോ ഷാജിബ? സിന്ധുലത പ്രകൃതിയോട് അണങ്ങിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പച്ചപ്പും ഹരിതാപിയും പച്ചപ്പും. അപ്പൊ ഈ ഹരിതാപിയും പച്ചപ്പിന്റെ ഇടയിൽ ജീവിച്ചിട്ട് അതിനെ വളർത്തുക, അതിനെ നനയ്ക്കുക, അതിനെ പരിപാലിക്കുക, ഇതാണ് സിന്ധുലതയുടെ ഒരു പാഷൻ. ആ പാഷൻ അത് കാശില്ലെങ്കിലും അതാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പ്രൊഫഷനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സിന്ധുലതോട് ഞാൻ നാളെ പറയാണ്, ഇപ്പൊ നമ്മുടെ ശിവ മേഡം പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യും, 100 ഊണ് ഡെയിലി കൊടുക്കാൻ പറയുന്ന പറഞ്ഞാൽ ശരി എന്നെ കൊണ്ട് വയ്യെന്ന് പറയും. കാരണം സിന്ധുലതയ്ക്ക് സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഇഷ്ടമുള്ള പരിപാടി ഉണ്ട്, അത് ചെയ്യും. എങ്ങനെയാ ഷാജിപുരത്തിലേക്ക് വന്നത്? ക്യാമറ അല്ലെ? താങ്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു ക്യാമറ, അതൊന്ന് അങ്ങനെയാ വന്നത്. ഓരോരുത്തരുടെ പാഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ എവിടെ മാറി അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു സുപ്രഭാതത്തിൽ ഇത് നടക്കില്ല, ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ നമ്മുടെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഡിഗ്രി ഞങ്ങള് കെമിസ്ട്രിയാണ് എടുത്തിരുന്നത്. അപ്പൊ അന്ന് തൊട്ട് കയറിയ ഒരു ആഗ്രഹമാണ്. ഇപ്പോഴാണ് അതിന്റെ എല്ലാം പഠിച്ചത്. അല്ല, അത് എന്തുകൊണ്ടാണെന്ന് പറയാം. സത്യം പറഞ്ഞ സിന്ധുലത എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കണ ഒരു അധികം പറ്റാലേ, എനിക്ക് ഒരു പണിയില്ല, എന്താ ബിസിനസ്സാ ഞാൻ പറയുക, എനിക്കൊരു ബിസിനസ്സും ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, എന്ത് ചെയ്യും മല്ലയ്യാന്ന് ചോദിച്ചിട്ട്. ഞാൻ ഒറ്റന്നല്ല ഞാൻ അയച്ചു കൊടുത്തത്. സിന്ധുലത എന്താ അയക്കേണ്ടത് ഞാൻ അയച്ചു കൊടുത്തത്. എനിക്ക് പറയുന്നതിന് മടിയില്ല, സിന്ധുലയ്ക്ക് മടി ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അത് അവിടെ ഇട്ടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾ ഇത് അയച്ചതിന് ശേഷം ഞാൻ സിന്ധുലതയോട് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ജയശ്രീ. ഒറ്റയടിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കയറി ഡെവലപ്പ് ചെയ്യരുത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് പഠിച്ച് വരണം. പഠിച്ച് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിനെ പൊക്കി പറയല്ല, ഒപ്പം നിൽക്കുമ്പോൾ എന്താ പറയുക, രാവിലെ ഒരു എനർജി കിട്ടും. അത് വളരെ വലിയ എനർജിയാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന എനർജിയാണ്. ചില ദിവസങ്ങളിൽ ക്ലാസ് ഒക്കെയാണ് ബോറായിട്ട്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നിഷയുടെ മുന്നിൽ പോയി നിൽക്കും. എന്റെ പാർട്ട്ണറാണ്, അവളുടെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കും. അപ്പൊ അവള് പറയും, കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വാക്ക്, സ്ഥിരം വാക്കുകളുണ്ട്, ഇതേ പറയുള്ളൂ. അപ്പൊ എനിക്കറിയാം അതിന്റെ ഒരു പവർ, എനിക്കറിയാം ഏതാണ് എന്നുള്ളത്. നമ്മുടെ ഒരു ഐഡിയയും കൊണ്ടാ പോകണം. ചില ക്ലാസ്സുകൾ ബോറായിരിക്കും, എനിക്കറിയാം. ചില ക്ലാസ്സുകൾ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ നിഷയുടെ അടുത്ത് പോകുമ്പോൾ നിഷ ഒരു ഒറ്റ വാക്കിൽ അതിനൊരു ഒരു പൂർത്തീകരണം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മുടെ ഒരു എനർജി, അന്നത്തെ എനർജി തുടങ്ങുന്നത്. ക്ലാസ്സും ഇപ്പൊ തന്നെ ഞാൻ വേർത്തു. ഇവിടെ നല്ല തണുപ്പാ, അത്യാവശ്യം നല്ല തണുപ്പാ. ഞാൻ ഫാനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേർത്തു. അപ്പൊ ഞാൻ ഇത് ചെയ്തു. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുക. ടേസ്റ്റോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള. അപ്പൊ എന്താ പറയുക, ഡെയിലി നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി 1-2 മെസ്സേജ് വന്നിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്, ഞാൻ ആ മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. നോ പ്രോബ്ലം. ഞാനൊരു വെൽനസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. എന്റെ പ്രൊഡക്ട്സ് ആളുകൾക്ക് ആവശ്യമുണ്ട്, എൻക്വയറി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി അവസാനം റേറ്റ് കൂടുതൽ പറഞ്ഞു പോകുന്നു. അവരെ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും സാർ? ഷബീറ, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. എനിക്കൊരു ഷബീറയുടെ അന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല തോന്നുന്നുണ്ട്, പിന്നെ ഞാനത് വിട്ടുപോയി. ഷബീറ, എനിക്ക് ഒരൊറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ. ആളുകൾ പൈസയെ കുറിച്ച് നിങ്ങളോട് ബുദ്ധിമുട്ട് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് പൈസ കൂടുതലാണ്. നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് പൈസ കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് പറയുന്നത് എന്ത്, പൈസ കൂടുതലാണ്. നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ നന്നായി സംസാരിക്കുന്നു. കാരണം എന്താ, നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആളുകളോട് നന്നായിട്ട് പെരുമാറുന്നു. കാരണം എന്താ, ആളുകളോട് റിലേഷൻഷിപ്പ് വെക്കേണ്ടതും ആവശ്യമുള്ളതും നിങ്ങളുടെ ആവശ്യമാണെന്നുള്ളത് ഷബീറയ്ക്ക് അറിയാം. എന്നാൽ ഷബീറുടെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട് എന്ത്, പൈസ കുറച്ച് കൂടുതലാണ്, ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ വാങ്ങാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിൽ പൈസ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. മുസ്ലിം പവർ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ പരസ്യം മുസ്ലിം പവർ എക്സ്ട്രാ, ഒരാവശ്യമില്ല. അത് ഏറ്റവും കൂടുതൽ വിറ്റുപോയി കോടീശ്വരനായ ആളുടെ നാടാണിത്, മുസ്ലിം പവർ എക്സ്ട്രാ. കഴിഞ്ഞ ദിവസം സുനിൽ ഭായ് ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ലിസ്, പഴയൊരു ലിസ്, ഏത് പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റും, എത്ര രൂപ റേറ്റ് ആണെങ്കിലും വിൽക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയാം, ഷബീറയ്ക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് വാങ്ങാൻ പറഞ്ഞാൽ ഷബീറയ്ക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ടും. അതുകൊണ്ട് ഷബീർ എന്ത് ചിന്തിക്കും, അതുപോലെ തന്നെയാണ് അപ്പുറത്തും, എന്നെ പോലെ തന്നെയാണ് അപ്പുറവും എന്ന് ചിന്തിക്കും. ഞാൻ ഇങ്ങനെ ആയിരുന്നു ബേസിക്കലി. എന്റെ കയ്യിൽ കാശില്ലാത്തപ്പോൾ ആളുകൾക്ക് സെയിൽസിന്റെ ക്ലാസ്സിനൊക്കെ 20,000 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് 500-ന് 1000-നൊക്കെ ആയിരുന്നു എന്റെ കോഴ്സുകൾ ഞാൻ 10 ദിവസത്തെ 15 ദിവസം 20 ദിവസത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ മാറി.
എന്റെ ബിസിനസ് ബഡി എന്ന് പറയുന്ന 50,000 ഇന്ന് ചാർജ് ചെയ്യുന്ന പ്രോഗ്രാമിന് ആദ്യം ചാർജ് ചെയ്യുന്ന 7,500 രൂപയാണ് ഒരു വർഷം. അതെങ്ങനെ? ഫുള്ളി അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയിരുന്നു, ഫുൾ ടൈം. ഇന്നത് 50,000 രൂപ ചാർജ് ചെയ്യുന്ന എനിക്ക് റോൾ എന്തറിയോ? എന്റെ മനസ്സ് വലുതായി, എന്റെ കയ്യിൽ കാശ് വന്നു, എനിക്ക് മനസ്സിലായി ആളുകളുടെ കയ്യിൽ കാശുണ്ട്. മേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ മനസ്സ് മാറ്റി. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് റേറ്റ് ആണ്. അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ അത് അടയ്ക്കാൻ പറ്റുന്ന, അത് തരാൻ പറ്റുന്ന ആളുകളെ മാത്രം കണ്ടാൽ മതി. അത് അടയ്ക്കാൻ പറ്റുന്ന ആളുകളെ മാത്രം കണ്ടാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനുള്ളിൽ ബിസിനസ്സുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ബിസിനസ്സുകാരോട് മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുള്ളൂ. അതിന് കാരണം എന്താ? എന്റെ കസ്റ്റമർ ബിസിനസ്സുകാരാണ്. ഇങ്ങോട്ട് ഷബീറൊക്കെ ക്ലിയർ ആയതുകൊണ്ട് അവിടെ സെയിൽസ് ക്ലോസിംഗ് അല്ല, അവിടെ മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം. ആ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കൂ, എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ക്ലോസിംഗ് ചെയ്യും. ഓക്കെ. അടുത്തത് ആരായിരുന്നു? പിന്നെ ആയിരുന്നു? ബ്രൈഡ് കൂടുതൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ബ്രൈഡ്. താങ്കൾക്ക് ബ്യൂട്ടി പാർലർ അല്ലെ? ബീന. ഇന്നലെ എനിക്ക് തോന്നുന്നു ഷാജി ബ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് അല്ലെ? രാജീവ് അല്ലെ? ബീന രാജീവ് അല്ലെ? ബീന രാജീവ്. ബ്രൈഡിനെ കൂടുതൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? വെരി സിമ്പിൾ. നിങ്ങൾ പ്രശസ്തയാവണം. എങ്ങനെ പ്രശസ്തയാവാൻ സാധിക്കും? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോ ഇതിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പൊ നിങ്ങളത് വീഡിയോ ഓഫ് ചെയ്തിട്ടായിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ വീഡിയോ ഓൺ ചെയ്തിരിക്കണം. അതാണ് ആദ്യത്തെ പ്രശസ്തയാവൽ. ഇനി അഥവാ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷബീറ കാണിച്ച പോലെ നിങ്ങളുടെ സൂമിൽ പ്രൊഫൈൽ പിക്ചർ ഇടാൻ പറ്റും, ഫോട്ടോ ഇടണം. ഇപ്പൊ ഇവിടെ നിഷ സദാശിവനെ പലരും കണ്ടിട്ടില്ലെങ്കിൽ നിഷയുടെ ഫോട്ടോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് എവിടൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമോ? കാരണം ഇന്നത്തെ കാലത്ത് ആളുകളിലാണ് ആളുകൾക്ക് വിശ്വാസം. കമ്പനികളുടെ ബ്രാൻഡുകളെക്കാൾ, കമ്പനിയുടെ സർവീസേക്കാൾ. ഞാൻ ബീന ചേച്ചിയുടെ അടുത്ത് പോയാൽ ബീന ചേച്ചി നന്നായിട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ചില കോമ്പറ്റേറ്റേഴ്സിനെ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രഞ്ജിമാർ, അവരുടെ കടറ ഷോപ്പിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? ജാൻമണി ദാസ്, അവരുടെ ഷോപ്പിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? അങ്ങനെ എത്രയോ ബ്യൂട്ടീഷ്യൻസ്, അവരുടെ പേരെന്താന്ന് അറിയോ നിങ്ങൾക്ക്? ഇല്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ കമ്പനിയുടെ പേരും ഒരുമിച്ച് അറിയപ്പെടണം. അപ്പൊ എന്താ അറിയോ? അതിന് ആളുകൾക്ക് വിശ്വാസം വരും. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ചെയ്യണം. സോഷ്യൽ മീഡിയ, നിങ്ങളുടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണം, സംസാരിക്കണം. ഞാൻ അബീന പറയും. സാറേ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് എനിക്ക് അത്രയും അറിവില്ലായ്മ കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റാറില്ലാത്തത്. അറിവില്ലായ്മ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഒരു റീസണേ അല്ല. നമ്മൾ അതിനുള്ള അറിവുണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ റീസൺ. അതിനുള്ള നമുക്കറിയില്ലെങ്കിൽ നമുക്ക് അത് അറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ക്ലിയർ ആയോ? ഇത് റീസൺ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ വന്നില്ല, അവർ കസ്റ്റമർ പൈസ അടച്ചില്ല, അതുകൊണ്ട് എനിക്ക് അരി വാങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പാലുകാരനോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതെ, എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് പാല് വാങ്ങാൻ പൈസ ഉണ്ടായില്ല, അതുകൊണ്ട് പാല് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വി ഹാവ് റീസൺസ്. എന്തിന്? നമുക്ക് പണം കൊടുക്കേണ്ട കുറെ റീസൺസ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് പണം കിട്ടേണ്ട റീസൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സോഷ്യൽ മീഡിയ അറിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വർക്കൗട്ട് ചെയ്യണം. അതൊരു വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും എനിക്കറിയാം. ഞാൻ അതിനൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഞാൻ കഴിഞ്ഞ തവണ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഡിസൈൻസ് വേണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകൾ ഇല്ല സാറേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാൻ ഒരുത്തനെ പാവം പൊക്കി പിടിച്ച് കൊണ്ടുവന്നു. അവനൊരു ഉപകാരപ്രദമാവെന്ന് വെച്ചിട്ട് ഒരാൾ പോലും ഒരു ഓർഡർ കൊടുത്തില്ല. അവൻ എന്നെ വിളിച്ചിട്ട് കാര്യം, നീ അല്ലേ പറഞ്ഞത്, ശ്രീത്തല്ലേ പറഞ്ഞത് ഒരുപാട് കിട്ടുന്നു എന്നുള്ളത്, എന്തേ പറ്റില്ല? നമ്മളൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെ പിന്നെ ഞാൻ പണിക്ക് നിൽക്കില്ല. ഞാൻ ഇങ്ങനത്തെ മൈക്രോ മാനേജ്മെന്റ് പരിപാടികൾക്ക് നിൽക്കാത്ത ആളാണ്. സോഷ്യൽ മീഡിയ ഒരു പലരുടെയും തലവേദനയാണ്, സമ്മതിച്ചു. അറിയില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം, അതിന് വർക്കൗട്ട് ചെയ്യണം. അത് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ ബഡ്ജറ്റ് വെക്കേണ്ടി വരും. അത് നമ്മൾ റെഡിയാക്കണം. അത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യമുണ്ട്, ഒരു ബ്രൈഡ് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ മിനിമം 10% നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് സെല് ചെയ്യണം, അങ്ങോട്ട് ഇടണം, പുഷ് ചെയ്യണം. നിങ്ങൾ 10,000 രൂപ മേടിക്കുന്ന ഒരാളാണെങ്കിൽ 1000 രൂപയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ. ബീന കേൾക്കുന്നുണ്ട്? ബീന,
ഓക്കെ സർ, കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. നോട്ട് ഓക്കെ ഓൺലി സോഷ്യൽ മീഡിയ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പ്രശസ്തയാവണം. നിങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണം നിങ്ങളെ വിട്ടു പോകരുത്. പുറത്തുനിന്ന് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഹിറ്റ് ആവണം. അതിനെ നന്നായിട്ട് കവർ ചെയ്യണം. യെസ്, കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി പഠിച്ചു ഞാൻ ഇനി എന്റെ അടുത്ത് നിന്ന് ഉപദേശം കേൾക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ ബിസിനസ് ബഡി എന്ന് പറയുന്ന എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. എന്റെ മെന്റർഷിപ്പ്, ഡയറക്റ്റ് മെന്റർഷിപ്പ് എടുക്കാം. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും ഇന്നത് കഴിയണം, ഇന്നത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കും, പറഞ്ഞു തരും. ഓക്കെ, അതിന് പൈസ കൂടും, പക്ഷെ റിസൾട്ടും കൂടും. ബിസിനസ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗെറ്റിംഗ് ആണ്. ഗീവ് ആൻഡ് ഗെറ്റ് ആണ് ബിസിനസ്. അത് റെസ്പെക്ട് മാത്രമല്ല, ബിസിനസ്സും അങ്ങനെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ് നമ്മുടെ ബിസിനസ് ഗ്രോത്ത്. ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ കാരണം എന്താ? ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഓൺ മീ. ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴും മുനീർ ഭായ്ക്കടക്കം അറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് 15 പരിപാടി 1 രൂപ ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടില്ല. 1 രൂപ ചായ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ആ കാശ് കൊണ്ട്. അവിടെ എടുത്ത റൂം പോലും എന്റെ കാശ് കൊണ്ട് ഞാൻ എടുത്തതാ. ആ വന്ന പൈസ ടോട്ടലി ഞാൻ മാർക്കറ്റിങ്ങിലേക്കാണ് മാറ്റി. ടോട്ടലി മാർക്കറ്റിംഗ് എങ്ങനെ അറിയോ? അന്ന് അവിടെ ആ പരിപാടി നടത്താനുള്ള പൈസ, അതിന്റെ മാർക്കറ്റിംഗ്, അതിനോട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ക്ലോസ് ചെയ്തേ? 50,000 രൂപയോളം ചെലവഴിച്ചിട്ട് ഞാനൊരു 8 ലക്ഷം രൂപയുടെ ബിസിനസ്, 9 ലക്ഷം രൂപയുടെ ബിസിനസ് അന്ന് തന്നെ അവിടെ ക്ലോസ് ചെയ്തിരുന്നു. അത് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരട്ടെ. ചോദ്യം വരട്ടെപ്പാ. ഷാജി ബ്രോ മെസ്സേജ് അയച്ചിരിക്കുന്നു. റനീഷ്. ആരാ റനീഷ്? റനീഷ്, ഹുയിസ് റനീഷ്? ഇവിടെ പേരൊന്നും കാണാനില്ലേ? ഉണ്ടായിരുന്നു. ബിസിനസ്സുകാർ. നമുക്ക് മുനീർ ഭായ്, നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ലായിരുന്നല്ലേ? നാളത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്, നാളെ നമുക്കിവിടെ കുറെ പേര് വന്നിട്ടും പോയിട്ടുണ്ടായിരുന്നു. ആരും പരസ്പരം പരിചയപ്പെടുത്തിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നാളെ എല്ലാ ബിസിനസ്സുകാരും ഇവിടെ വന്നിട്ട് പരിചയപ്പെടുത്തണം. 30 സെക്കൻഡ് സമയം കൊടുക്കാം ഒരാൾക്ക്. 30 സെക്കൻഡ് സമയം. ഓക്കെ, കാരണം ഒരുപാട് സമയം കൊടുത്താലും ബുദ്ധിമുട്ടാണ്. 45 സെക്കൻഡ് കൊടുക്കും മാക്സിമം. ഓക്കെ, ആ 45 സെക്കൻഡിനുള്ളിൽ എലിവേറ്റർ പിച്ച് അവരെ കുറിച്ച് കൃത്യമായിട്ട് പറയണം, സംസാരിക്കണം. അതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ എന്നിടാം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പൊ നാളെ വന്നിട്ട് എല്ലാവരും, ഈച്ച് ആൻഡ് എവറി വൺ ഇവിടെ വന്ന് പരിചയപ്പെടണം. മാക്സിമം വീഡിയോ ഓൺ ആക്കാം. പരിചയപ്പെടുന്ന സമയത്തെങ്കിലും വീഡിയോ ഓൺ ആക്കണം. കാരണം ബിസിനസ് ഈസ് ബിസിനസ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് ഈസ് ബിസിനസ്. അപ്പൊ എന്ത് തന്നെ വന്നാലും മുനീർ ഭായിയുടെ ഫോണ് പോയി എന്ന് പറയുന്നു. എനിക്കറിയില്ല, ഇനിയിപ്പോ ഭാര്യ പിടിച്ച് പുറത്താക്കിയതെന്ന് അറിയില്ല. ഉഴിച്ചില് പോയതാണെന്ന് ഒരാഴ്ച കാണാതിരുന്ന അത്ര മാറ്റമൊക്കെ വരൂലേ? ഓക്കെ. അപ്പോ എലിവേറ്റർ പിച്ച് ഒന്ന് ഏറ്റെടുക്കണം. നാളെ എല്ലാ ബിസിനസ്സുകാരായിട്ട് ആൾക്കാരും, നമ്മുടെ ഗ്രൂപ്പിലുള്ള മാക്സിമം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ബിസ്റ്റോക്സ് അല്ല, നെക്സ്റ്റ് ലെവൽ ബിസിനസ്സിലെ ആളുകളുടെ കണക്ട് ചെയ്തിട്ട് നാളെ ഞാൻ വീഡിയോ ഇട്ട് തരാം. ആ വീഡിയോ ഇട്ട് പരിചയപ്പെടുത്തുക. ഇനി അഥവാ നാളെ വരാൻ സാധിക്കാത്തവർക്കുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഞാൻ നാളെ പറഞ്ഞു ചെയ്യാം. നാളെ എല്ലാവരും, വിജയേട്ടനൊക്കെ ഞാൻ തിരക്കിലാണെന്നും പറയരുത്, ഞാൻ ഇങ്ങനെയാണെന്നല്ല, നാളെ പരിചയപ്പെടുത്തണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ട് തരാം. ഓക്കെ, ബാക്കി നിങ്ങൾ പെണ്ണുകാണല്ലോ മനുഷ്യ, അവിടെ ബിസിനസ് നെറ്റ്വർക്കിംഗ് അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ വേറെ കമ്പനി ഉദ്ദേശിക്കണ്ടോ? എങ്ങനെ പെർഫ്യൂം ഒക്കെ നല്ല മറ്റേ അത്തർ വാങ്ങിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഇനി വേറെ ചോദ്യങ്ങളൊന്നുമില്ല ആർക്കും. എന്റെ ക്ലോസിംഗ് എങ്ങനെയായിരിക്കണം? ഞാൻ അതിന് വേണ്ടിട്ട് ഇപ്പൊ 2 ദിവസം മാറ്റി വെച്ചു. ഇല്ലേ? പുതിയ ആൾക്കാർ എത്ര പേരുണ്ട്? വൈ ആർ യു നോട്ട് യൂസിങ് ദിസ് പ്ലാറ്റ്ഫോം? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? അതാണ് എനിക്ക് ടെൻഷൻ. ഞാനൊക്കെ പഠിച്ച പ്ലാറ്റ്ഫോമില്
എന്റെ മെന്റർ അടുത്ത് 3 വർഷം ഇരുന്നിട്ട് ഒരു വാക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഒരു വാക്ക്, സിംഗിൾ വാക്ക്, സാർ സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇവിടെ അത് എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവിടെ ഫ്രീ ആയിട്ടും അല്ലാതെയും വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറ, ഞാൻ സൊല്യൂഷൻ തരാന്ന് പറയുമ്പോ ചോദിക്കാനില്ല. ഇനിയിപ്പോ അത് പുല്ലുവില ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഒന്നുമില്ലെങ്കിൽ സുനിൽ ഭായി ഇറക്കും. സുനിൽ ഭായി ഇറക്കിയ പിന്നെ ഇവിടെ മറ്റേ സംഭവമാണ്. വെറുതെ വേഗം ചോദിച്ചോ. പുതിയ ആൾ ആരെങ്കിലും വേഗം ചോദിക്കില്ല, അപ്പൊ നമുക്ക് പെടും. സുനിൽ ഭായി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വേഗം ചോദിച്ചോ. സിറാജില്ലേ? സിറാജ് കൊണ്ടൂല. ഈ രസാന്തര സിനിമയിലെ മാമക്കോയുടെ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, സംശയമുണ്ട് ചോദിക്കണ്ടേന്ന്. അതിന് ഞങ്ങൾക്ക് സംശയമില്ലല്ലോ. അല്ലെ, നിങ്ങൾക്ക് സംശയം ഇല്ല എന്നുള്ളത് എങ്ങനെ എനിക്ക് സംശയം ഇല്ലാതെ എന്നുള്ളത് മറ്റുള്ളവർ അറിയണ്ടേ? പിന്നെ പിന്നെ അല്ലേലും ഇപ്പൊ സംശയം ഉണ്ടായിട്ടാണല്ലോ സുനിൽ ഭായി ചോദിക്കാറുള്ളത്. എന്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലയന്റ് ഒരു സിംഹമാണ്. ആ ലയണിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. എന്ത് ക്ലോസിംഗ് മെത്തേഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ആ സിംഹത്തിന്റെ പേര് നവീൻ അല്ലേ? അതെ അതെ. ആ സിംഹത്തിനെ കൊണ്ട് ഗർജിക്കാൻ വിടരുത്, അത്രയ്ക്ക് പറയാനുള്ളൂ. സിംഹം ഇങ്ങനെ തലയിലാക്കി നടക്കുകയാണെങ്കിൽ സിംഹം ഒരു പ്രശ്നമില്ല. വളരെ ഡീസന്റ് മനുഷ്യനാണ്, വളരെ ഡീസന്റ് ആണ്. ഗർജിക്കാൻ വിട്ടാൽ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അതെയോ? അത്രയ്ക്ക് പറയണം. അതത്രയ്ക്ക്. വേറെന്താ അതിനുള്ള സൊല്യൂഷനായി? ഇനി എന്താ വേണ്ടത്? അപ്പോ നിർത്താം, നോ പ്രോബ്ലം. 7:15 വിജയേട്ടന്റെ ഭാഷ പറഞ്ഞ പരിപാടി നിർത്തിയിട്ട് പോണം. തിങ്കളാഴ്ചയാണ് നല്ലൊരു തിങ്കളാഴ്ച. സാധാരണ ഇന്നലെ ഞായറാഴ്ചയാണ് ആഴ്ച തുടങ്ങുന്നെങ്കിൽ പണി തുടങ്ങുന്നതെന്നാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു നന്നായിട്ട് വന്ന് 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 സിംഹം മലറാൻ തുടങ്ങുമ്പോ. ഇല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു. നമ്മള് കിട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, നിങ്ങളെ എന്നെ കാണാത്തതാ. നമ്മള് ഇവിടെ ഉണ്ട്. മുനീർ കുറച്ചായാലോ? ഇവിടെ മുനീറിന് ഒരു വ്യത്യാസമില്ല സാറേ. മുനീർ അടുത്ത നിക്കാ കഴിഞ്ഞോ? ഒന്നും പറയണ്ടപ്പോ. വീട്ടിലാണ്, ലൗഡ് സ്പീക്കറാണ്. നൈസായിട്ട് ആ ചിരിയൊക്കെ കണ്ടല്ലേ, ഒരു തുടിപ്പ്. അപ്പൊ ശരി, തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരാഴ്ച അല്ലേ? ശരി. എന്നാ പറഞ്ഞ പോലെ എല്ലാവർക്കും അപ്പൊ കണക്ട് ചെയ്യാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, ഗുഡ് മോർണിംഗ്.